എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമായി ഭൂമിയിൽ വെളിപ്പെടുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ക്രിസ്തയേശുവിൻ നാമത്തിൽ എന്റെ സ്വർഗീയ പിതാവിന് നന്ദികൾ അർപ്പിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം! ഞാൻ മനസ്സിലാക്കുന്നു ഈ കൂട്ടത്തിൽ ധാരാളം ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. ആക്ച്വലി കർത്താവ് എന്നെ ഉപയോഗിക്കുന്ന മണ്ഡലവും ദൈവത്തിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ ചിന്തകൾ അറിയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും അത് അതിൻ്റെതായ എഫക്റ്റീവ് ലെവലിൽ നടക്കാറില്ല. കാരണം ഇവിടെ ദൈവത്തിന്റെ ആ രാജ്യത്വത്തോട് എതിർക്കുന്ന പിശാചിന്റെ രാജ്യത്വം ഉള്ളതുകൊണ്ട് അവൻ തന്ത്രങ്ങളിലൂടെ മനുഷ്യ ഹൃദയങ്ങളെ കവർന്നെടുത്തിരിക്കുന്നത് കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യ മേഖലയിൽ നടക്കാതെ ദൈവജനത്തെ ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് പലപ്പോഴും ആ ചിന്തകൾ, ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിൽ ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ എത്തുന്നില്ല. എന്നാൽ അത് എത്തിച്ച് ലോകത്തിന്റെ വെളിച്ചം ആകുവാനുള്ള ഒരു ശുശ്രൂഷയാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ പേര് ഷാജി ജോസഫ് എന്നാണ്. അത് എന്റെ ജഡത്തിലെ മാതാപിതാക്കന്മാർ എനിക്കിട്ടിരിക്കുന്ന പേരാണ്. എന്നാൽ എനിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്. ഞാൻ ജഡത്താൽ ജനിച്ചത് മാത്രമല്ല, ആത്മാവിൽ ജനിച്ചവനും കൂടെയാണ് നിങ്ങൾ എല്ലാവരെയും പോലെ. എന്റെ ആത്മാവിലുള്ള പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അത് ഭൂമിയിലെ പിതാവോ മാതാവോ ഇട്ടതല്ല, ആത്മാക്കളുടെ പിതാവായി ദൈവം ഇട്ടതാണ്. ഷാജി ജോസഫ് എന്നുള്ള പേര് റേഷൻ കാർഡിലുണ്ട്, ആധാർ കാർഡിലുണ്ട്. അത് ഇവിടുത്തെ മാതാപിതാക്കന്മാരുടെ പേരാണ്. ജഡത്താൽ ജനിച്ച ജഡമാണ്, ആത്മാവിൽ ജനിച്ച ആത്മാവാണ്. ജഡമണ്ഡലത്തിൽ നിന്ന് ജനത്തെ ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി, കാണുന്ന മണ്ഡലത്തിൽ നിന്ന് അവരെ കാണാത്ത മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്നത് അവകാശമാക്കി കൊടുക്കുവാനാണ് സ്വർഗത്തിൽ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ സമയം കുറച്ചേ ഉള്ളല്ലോ, 8:30 അവസാനിപ്പിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ വേദപുസ്തകം. എപ്പോഴും ഏത് ദേവദാസന്മാരെ കാണുമ്പോഴും അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ, കാരണം ദൈവത്തിന്റെ ഇതകൾ ഭൂമിയിലേക്ക് പറയുമ്പോൾ അത് അവർക്ക് പുതിയതായി. കാരണം യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, അത് ശോഭിക്കരുത്. ജനത്തിന്റെ ഹൃദയത്തിൽ, പ്രത്യേകിച്ച് ദൈവദാസന്മാർ ഹൃദയത്തിൽ എത്തരുത്. ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൽ ദൈവം പിശാച് മനുഷ്യരുടെ മനസ്സിൽ കുരുടാക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ വിരോധം തോന്നരുത്. യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന 3.5 വർഷം പ്രസംഗിച്ച സംഭവം ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലും ഇല്ല. അതിശയപ്പെടണ്ട, പോയി അന്വേഷിക്കാം. ഞാനും അനേക വർഷങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയാണ്. ഞങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, പോൾ എപ്പിസോഡ്, സഭാ ചരിത്രം ഇതൊക്കെ പഠിച്ചു, പ്രസംഗശാസ്ത്രം ഇതൊക്കെ പഠിച്ചു. പക്ഷെ യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യം ഞങ്ങളുടെ സിലബസിലില്ലായിരുന്നു. ഞാനിത് പറയുന്നത് കേട്ടിട്ട് കോഴിക്കോട് ദേവദാസൻ ഇന്ത്യയിലെ ബൈബിൾ കോളേജിലെ സിലബസുകളിൽ, സെമിനാരികളിൽ പോയി ഒന്ന് അന്വേഷിച്ചു. ഇതിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മളുടെ പ്രതിയോഗിയാകുന്ന പിശാച് വർക്ക് ചെയ്യുന്നത് തന്ത്രങ്ങളിലൂടെയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കുന്നത്. ഇന്ന് സാത്താനാൽ തോൽപ്പിക്കപ്പെട്ട് കിടക്കുന്ന വലിയൊരു സമൂഹമാണ് ചുറ്റും. അങ്ങനെയാകരുത്. അവന്റെ മുകളിൽ നാം ജയമെടുക്കണം. അവന്റെ ചിന്തകൾ അവൻ ചിന്തിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്.
അവിടെ നമ്മൾ ഒരു വിഷയത്തിലും പാനിക് ആവേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ തന്റെ ഉള്ളംകരങ്ങളിൽ വെച്ച്. അപ്പോൾ ഈ വക ചിന്തകൾ അറിയിക്കുമ്പോൾ, മറിഞ്ഞു കിടക്കുന്ന പിശാച് മറച്ചു വെച്ചിരിക്കുന്ന ഈ ചിന്തകൾ അറിയിക്കുമ്പോൾ, അതൊരു സഭയുടെ വകയല്ല, അതൊരു ഡിനോമിനേഷന്റെ വകയല്ല, അതൊരു മതത്തിന്റെ വകയല്ല, അത് ദൈവത്തിന്റെ വകയാണ്. അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഇത് കേൾക്കുമ്പോ നമ്മളായിരിക്കുന്ന ചിന്ത അത് വിട്ടിട്ട്, ഇത് ബൈബിളിലെ ചിന്തയാന്ന് കൂട്ടുക, ഗ്ലാസ്, നമ്മുടെ ചിന്തകളെ നമ്മൾ പഠിച്ചതിനെ ബൈബിളിൽ കണ്ടെത്താൻ ശ്രമിക്കാതെ, അത് കുത്തിക്കയറ്റാൻ നോക്കാതെ, ബൈബിൾ എന്ത് പറയുമോ അതിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റും. അല്ല എങ്കിൽ നമ്മൾ നന്നായില്ല. നമ്മൾ ചെയ്യുന്നത് യേശുനാമക്കാരന്റെ ചിന്തകൾ ബൈബിളിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് അതാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. TPM-കാരന്റെ ചിന്തകൾ അതാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. IPC-കാരൻ IPC-യുടെ ചിന്ത ശരിയാണ്, അതാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. കത്തോലിക്കന്റെ ചിന്ത അതാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ വിട്ടിട്ട് നമ്മളൊന്ന് ഉരുകാൻ തയ്യാറായ വമ്പൻ മാറ്റം. ഉരുകി എങ്ങനെ വേണമെന്നറിയാമോ? ഇത് കണ്ടോ, നമ്മളുടെ ഈ ഷേപ്പിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറാകണം. ഈ ഷേപ്പിൽ നിന്ന് മാറി, ഇന്ന് ഏകദേശം 40,000 ഡിനോമിനേഷൻസ് ഉണ്ട്. ഈ ഷേപ്പിൽ നിന്ന് മാറി നമ്മളൊന്ന് ഉരുകിയിട്ട്, ഇത് ബൈബിള്, ഈ ഗ്ലാസ് ബൈബിളിന്റെ ഷേപ്പ്, ബൈബിളിന്റെ ഡോക്ടറിലേക്ക് നമ്മളൊന്ന് മാറാൻ തയ്യാറാണ്. എങ്ങനെ അതുണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് ഉരുകി മാറും. ഇനി ഈ വെള്ളത്തിന് ഷേപ്പ് നോക്കി, ഈ വെള്ളത്തിന്റെ ഷേപ്പ് മുഴുവൻ ഈ ഗ്ലാസിന്റെ ഷേപ്പാണ്. ബൈബിളിന്റെ ഡോക്ടറിലേക്ക് നമ്മൾ മാറുവാൻ തയ്യാറാകും. എങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം സംഭവിക്കൂ. പ്രിയ സഹോദരങ്ങളെ, മുഖം നോക്കാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ ദൈവത്തിന്റെ ചിന്തകൾ പറയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവനെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ ഒരു ശുശ്രൂഷ പലർക്കും ഇഷ്ടപ്പെടും. ആദ്യം അത് പറയാം. കാരണം ഒരു മനുഷ്യനെയും പ്രസാദപ്പെടുത്താനല്ല ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. പകരം ദൈവത്തിന്റെ ചിന്ത ആസ് ഇറ്റ് ഈസ് ജനത്തോട് പറഞ്ഞു, ഈ ജനത്തെ, ദൈവം സ്നേഹിക്കുന്ന ഈ ജനത്തെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഈ ജനത്തെ, ഇതിന്റെ ഇടയിൽ കളിക്കുന്ന പിശാചിനെ മാറി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് ഈ ജനത്തെ ക്രിസ്തുവിലൂടെ പിതാവിന് എത്തിക്കുന്ന ശുശ്രൂഷയെ അന്വേഷിച്ചു. അതുകൊണ്ട് നിങ്ങൾ കേൾക്കാത്തത് പലതും കേൾക്കും. 3 ദിവസത്തെ ശുശ്രൂഷയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇന്നൊരു ദിവസം കൊടുത്ത, അടുത്ത ആഴ്ചയോ അടുത്ത ആഴ്ചയോ 2 ദിവസം കൊടുത്തു. ഇന്ന് ഇത് 3ാമത്തെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പലതും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളായി. അപ്പൊ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ സഭ പറയുന്നത് പോലെയല്ലല്ലോ ഈ ദൈവദാസൻ എന്ന് പറഞ്ഞ് ഇടറരുത്. അങ്ങനെയാ പറയത്തുള്ളൂ. സഭകൾ പറയുന്നത് പറയാനല്ല ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, ദൈവം പറയുന്നത് പറയാൻ. ഒരുപക്ഷെ ഇത്ര ബോൾഡായിട്ട് ആരും പറയുന്നത് കേൾക്കത്തില്ല. കാരണം ഞാൻ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിലല്ല ദൈവനെ വളർത്തിയത്, സ്വർഗത്തിന്റെ സിസ്റ്റത്തിലാണ്. അദൃശ്യമായ ദൈവരായത്തിൽ ജീവിച്ച് ദൃശ്യമായ ഭൂമിയിൽ വെളിപ്പെടാൻ എന്റെ അപ്പൻ എന്നെ ശീലിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ അപ്പൻ എന്നെ ശീലിപ്പിച്ചിട്ടുണ്ട്. ആ ശീലത്തിൽ എന്നെ വളർത്തിയെടുത്തിട്ടുണ്ട്. എന്റെ ഗുരുനാഥൻ മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിന്റെ ആത്മാവ് എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ലോകത്തിൽ ഒരു വിഷയങ്ങൾ, ഈവൻ COVID-19 whatever is happened, it will not touch me. എന്തുകൊണ്ട് അത് വന്നു, എന്താണ് കാരണം, ഇതെല്ലാം ദൈവത്തിന്റെ മക്കൾക്ക് അപ്പോഴപ്പോൾ സ്വർഗത്തെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. അവിടെ ഒന്നും അവർ പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം അവർ ദൈവത്തിന്റെ ആലോചന സഭയിൽ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ ബൈബിൾ പ്രകാരം അല്ലാതെ എന്തെങ്കിലും ഞാൻ പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കും. കാരണം എന്നെ അടിക്കാനുള്ള വഴി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ? എന്നെ അടിക്കാനുള്ള വഴി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും. ഈ ബൈബിളിൽ ഇട്ടിരിക്കുന്ന വചനത്തിന്റെ ട്രാക്കിലല്ലാതെ എവിടെയെങ്കിലും ഞാൻ പോകുന്നത് കണ്ടാൽ നിങ്ങൾ എന്നെ അടിക്കണം. മറ്റൊരു കാര്യം, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വേദ പുസ്തകത്തെ വിശ്വസിക്കും. സമാധാനായില്ലേ? കാരണം എന്റെ ഡോക്ടറിൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചത് മുഴുവൻ ഈ വചനത്തിന്റെ ഷേപ്പിലേക്ക് ജനത്തെ എത്തിക്കുക. വചനമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ഷേപ്പിലേക്ക് നാം ജനത്തെ എത്തിക്കുക. ആ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ചിന്തകൾ മനുഷ്യരെയും പ്രസാദിപ്പിക്കണം, എന്റെ ഡിനോമിനേഷനെയും പ്രസാദിപ്പിക്കണം,
ദൈവത്തെയും പ്രസാദിപ്പിക്കണം. നടക്കില്ല. ഏതെങ്കിലും ഒന്നേ നടക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്നത്, അവിടെ നിന്ന് വളർന്ന ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ കർത്താവ് യേശു രക്ഷകനായി. തുടർന്ന് കർത്താവ് എന്നെ ഗൾഫിൽ കൊണ്ടുപോയി ഇവിടെ വന്ന് ഷാർജയിൽ സ്നാനം. തുടർന്ന് അനേക സഭകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. എല്ലാവരും പറയുന്നു ഞങ്ങൾ പറയുന്നത് ശരി. അപ്പോൾ ഈ 10,000-40,000 ഡിനോമിനേഷനുള്ള അവര് പറയുന്ന ശരി എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, ഇത് അന്വേഷണത്തിലൂടെ സ്വർഗത്തിലെ ദൈവം എന്നെ ഒന്നും മനസ്സിലാക്കി. റോമ 3:4 സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നെ വരും, ദൈവം സത്യമാണ്. അതിന്റെ അർത്ഥം ഈ പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. ഒരു വചനം കൊണ്ട്, ഒരു ബൈബിള് കൊണ്ട് അനേക സഭകൾ, ഡിനോമിനേഷൻ. അതിന്റെയൊക്കെ വിഷയം നമ്മളുടെ തെറ്റിപ്പോകലാണ്, നമ്മളുടെ പാപകരമായ ജീവിതമാണ്. എന്താണ് നമ്മുടെ പാപകരമായ ജീവിതം? എന്താണ് നമ്മുടെ തെറ്റിപ്പോക്ക്? പലരും ചിന്തിക്കുന്നത് കള്ളുകൂടിയാണ്, സിഗരറ്റ് വലിയാണ്. അവന്റെ കള്ളുകൂടി മാറി, അവന്റെ സിഗരറ്റ് വലി മാറി, ഇപ്പൊ അവൻ മനസ്സാന്തരപ്പെട്ട് ഇപ്പൊ സഭയിൽ ആരാധനയ്ക്ക് വരുന്നു. ഇതാണോ തെറ്റ്? ഇതാണോ ബൈബിൾ പറയുന്ന തെറ്റ്? പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. എന്റെ സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. പക്ഷേ വാക്കുകൾ കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു അധികാരം, സ്നേഹത്തോടു കൂടി ഒരു ശാസനം എപ്പോഴും ഉണ്ടാവും. ഇതാണോ നമുക്ക് പറ്റിയ തെറ്റ്? ബൈബിൾ പറയുന്ന തെറ്റ് നമ്മൾ കള്ളുകുടിച്ചു അതല്ല, സിഗരറ്റ് വലിച്ചു ഇതല്ല, ഇതൊക്കെ തെറ്റുകൾ തന്നെയാ. പക്ഷെ യഥാർത്ഥ തെറ്റെന്ന് പറയുന്നത് ദൈവം പറയുന്നു, യേശയ്യാ 53:6, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നമ്മുടെ തെറ്റെന്താന്ന് ബൈബിൾ പറയും, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നമ്മുടെ സ്വയത്തിലേക്ക് തിരിഞ്ഞിരുന്നു, താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇതാണ് നമുക്ക് പറ്റിയ തെറ്റ്. ആ തെറ്റ് ഇപ്പോഴും തുടരുകയാണ്. നല്ലൊരു ബന്ധം, താന്റെ വഴി. ഓരോ ഡിനോമിനേഷനും അവനവന്റെ വഴി, ഓരോ മനുഷ്യനും അവനവന്റെ വഴി. ഇപ്പോഴും തെറ്റിൽ തന്നെ തുടരുന്ന വലിയൊരു കൂട്ടം. നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചത് ആ തെറ്റിൽ നിലനിൽക്കാനല്ല, ഒരിക്കലും നമ്മുടെ സ്വയത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം മാനവ കുലത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ സ്വയത്തിൽ ജീവിക്കാനല്ല, ദൈവത്തിന്റെ അവയവമായി ഭൂമിയിൽ വെളിപ്പെടാനാണ്. ഇതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇത് ഒരു അല്പ ദിവസം സമയം കൊണ്ടൊന്നും തീരുന്നൊരു വിഷയമല്ല, നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിൽ ഒരു ഗ്രൂപ്പ് വർക്കേഴ്സ് ട്രെയിനിങ്, ഒരു കൂട്ടം ദേവദാസന്മാർ, ഞാൻ മനസ്സിലാക്കുന്ന പാസ്റ്റർ പോൾ മലേഡി, അദ്ദേഹത്തിന്റെ വർക്കേഴ്സ് ഗ്രൂപ്പ്, ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും അറിയുമായിരിക്കും. തിരുവനന്തപുരംകാരനാണ് അദ്ദേഹം. മഹാരാഷ്ട്രയിൽ സെറ്റിൽ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അവരുടെ വർക്കേഴ്സ് ട്രെയിനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് പോകാനായിട്ട് സ്വർഗത്തിൽ എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരു 3-4 ദിവസം ട്രെയിനിങ്ങിന് ശേഷം, 3-ാം ദിവസം അതിന്റെ അവസാന മണ്ഡലത്തിൽ ഞാൻ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ദേവദാസനകത്തേക്ക് അവർ വന്നിട്ട് പറഞ്ഞു, ഹിന്ദിക്കാരൻ, താങ്ക് യു, നന്ദിയുണ്ട്. ഞാൻ ചോദിച്ചു, അങ്ങളെ എന്തിനാ നന്ദി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അറൗണ്ട് ഒരു 40ഓളം വർഷം സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ആ സുവിശേഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിശയിച്ചു പോയി. കാരണം സുവിശേഷം എന്താണെന്നൊരു വെളിച്ചം അദ്ദേഹത്തിനില്ല. 40ഓളം വർഷം സുവിശേഷം അറിയിക്കുന്ന സുവിശേഷം എന്താണെന്നുള്ള വെളിച്ചമില്ല. ആ മണ്ഡലത്തെ പിശാച് മറച്ചിട്ടിരിക്കുക, മോഷ്ടിച്ചെടുത്തതിനെ യഥാസ്ഥാനപ്പെടുത്താതെ നമ്മൾ വീണ്ടും ജനിപ്പിച്ച് മാത്രം കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ ജനം ബലഹീനരായിരിക്കും. കാരണം ആദ്യത്തെ സ്റ്റെപ്പ് വീണ്ടും ജനനമല്ല. നമ്മുടെ സുവിശേഷത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് വീണ്ടും ജനനമാണ്.
ബൈബിളിലെ സുവിശേഷത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് വീണ്ടും ജനനമല്ല. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർക്ക് മോഷ്ടിച്ചെടുത്തത് അവരുടെ ജീവിതത്തിൽ യഥാസ്ഥാനമാക്കി കൊടുക്കുകയാണ്. അതേ തുടർന്ന് വീണ്ടും ജനിക്കുമ്പോൾ ഈ ജനം ശക്തിപ്പെടും, ബലപ്പെടും. ഒരു പിശാചും അവന്റെ മുമ്പിൽ നിൽക്കത്തില്ല, ഒരു സാഹചര്യത്തിന് മുമ്പിൽ അവൻ കീഴടങ്ങത്തില്ല. പകരം അവൻ സാഹചര്യത്തിന്റെ മുകളിൽ വാഴും. മോഷ്ടിച്ചെടുത്തത് തിരികെ കൊടുക്കണം. അതാണ് ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ. മോഷ്ടിച്ചെടുത്തത് തിരികെ കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ ലോകത്തിന്റെ പ്രകാശമായി. സുവിശേഷത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ദൈവദാസൻ 40 വർഷം സുവിശേഷം അറിയിച്ചു. ഒരുപക്ഷെ നിങ്ങൾ അതിശയപ്പെടും. അതെന്താണ്? യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം. അവിടെ യേശു ക്രിസ്തു 3.5 വർഷം ചെയ്തത് വീണ്ടും ജനനമല്ല. സംശയമുണ്ടോ? നമ്മൾ ഇന്ന് പറയുന്ന വീണ്ടും ജനനമല്ല യേശു 3.5 വർഷക്കാലം ചെയ്തത്. ബൈബിൾ വെച്ച് പരിശോധിക്കുക. പകരം യേശു ക്രിസ്തു 3.5 വർഷക്കാലം ചെയ്തത് മോഷ്ടിച്ചെടുക്കപ്പെട്ടത്, മാനവ ഹൃദയത്തിൽ നിന്ന് മോഷ്ടിച്ചെടുക്കപ്പെട്ടത് യഥാസ്ഥാനപ്പെടുത്തുകയായിരുന്നു കർത്താവായി യേശു ചെയ്തത്. യേശു അതിന് പേരിട്ടു സുവിശേഷം. 3 വർഷത്തിന്റെ ഒടുക്കത്തിലാണ് രണ്ടാമത്തെ പദ്ധതിക്ക്, മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കാൻ, ബോൺ അഗൈൻ ആക്കാനുള്ള പദ്ധതിക്ക് യേശു പോയത്. ശരിയല്ലേ? 3.5 വർഷം കഴിഞ്ഞിട്ടല്ലേ പോയി. ആ യേശു ചെയ്ത പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരുത്തൻ വീണ്ടും ജനിക്കുന്നത്. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. 1-ാം നില കെട്ടാതെ 2-ാം നില കെട്ടി കടന്നുപോയ വലിയൊരു സുവിശേഷ ടീമാണ് ഇന്നത്തെ ലോകത്തിലെ സുവിശേഷീകരണത്തിനും അതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇത് നമുക്ക് പറ്റിയ ഓരോ അബ്ദമാണ്, പാളിച്ചയാണ്. കാരണം പിശാചിന്റെ മിടുക്ക. യേശു ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ പിശാച് മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി വെച്ചിരിക്കുക. 7 സുവാസം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു വ്യക്തിയോട് ചോദിക്കും, എന്താണ് സുവിശേഷം? എന്തെങ്കിലുമൊക്കെ പറയും. 21 സുവാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന, ആത്മാവിൽ നിറഞ്ഞിറങ്ങുന്ന വ്യക്തിയോട് ചോദിക്കേ, എന്താണ് സുവിശേഷം? നീ എന്തിനാ ജീവിക്കണേ? അവനെ അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരോട്, ഒരു എഞ്ചിനീയറാണ്, ചോദിച്ചോ പറയാ, അത് ഇപ്പോഴാണല്ലേ എനിക്ക് ഒരു ചിന്ത വന്നേ, ഞാൻ എന്തിനാ ജീവിക്കണേ? മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ നിന്റെ കണ്ണെന്തിനാ? കാണാനാ. ചെവി എന്തിനാ? കേൾക്കാനാ. മൂക്കെന്തിനാ? ശ്വസിക്കാനാ. കൈയെന്തിനാ? പ്രവർത്തിക്കാനാ. കാലെന്തിനാ? നടക്കാനാ. ഈ കയ്യും കാലും മൂക്കും ചെവിയും കണ്ണും വായു എല്ലാം കൂടി കൂടിയ നീ എന്തിനാ? ഇതിനെക്കുറിച്ചുള്ള വെളിച്ചം മനുഷ്യനില്ല. അതിനെങ്കിലും സുവിശേഷം അതിന് വെളിച്ചം കൊടുക്കണ്ടേ? ഇല്ല, സുവിശേഷം അതിന് വെളിച്ചം കൊടുക്കുന്നില്ല. ഏത് സുവിശേഷം? ബൈബിളിലെ സുവിശേഷമല്ല. ഇന്ന് പലപ്പോഴും ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം. എന്താ? ഇതിന്റെ ഇടയിൽ ഏതാനും വെളിച്ചമുള്ള ദാസന്മാരുണ്ട്, അവർക്കായി യേശു ക്രിസ്തു വന്ന് പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചം, വെളിച്ചം, വെളിച്ചം. ആ വെളിച്ചം എന്ത് ചെയ്യുന്നു? ജനത്തിന്റെ ഉള്ളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വെളിച്ചത്തെ ആദ്യം തിരിച്ചു കൊടുക്കുന്നു. അവരെ ഇരുട്ടാക്കി, സർവ്വലോകം അന്ധകാരത്തിൽ കിടക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ അറിയത്തില്ല അവരെന്തിനാണെന്നുള്ളത്. അവർക്ക് അറിയില്ല. മനുഷ്യൻ എന്തിനാണെന്ന് അറിയത്തില്ല. യേശു ക്രിസ്തു വാ തുറക്കുമ്പോ തന്നെ മനുഷ്യന്റെ ഉള്ളിലേക്ക് മനുഷ്യൻ എന്തിനാണെന്നുള്ള വെളിച്ചം തെളിഞ്ഞു വരിക.
എന്തിനാണ് ദൈവം അവനെ ഉണ്ടാക്കിയത്? എന്തിനാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്? ഈ ഒരു ബോധം. രക്ഷിക്കപ്പെടാനല്ല ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. രക്ഷിക്കപ്പെടാണോ? അല്ല. രക്ഷിക്കപ്പെടണോട്ടോ, ആ പറഞ്ഞൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ രക്ഷിക്കപ്പെടാനാണോ ദൈവം നമ്മളെ ഉണ്ടാക്കിയത്? അതിന്റെ അർത്ഥം ദൈവം ഉണ്ടാക്കിയതിന് എന്തോ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടോളാം, അത് കുടുക്കി പോയാ രക്ഷിക്കപ്പെട്ടോ. രക്ഷിക്കപ്പെടാനല്ല ദൈവം നമ്മൾ ഉണ്ടാക്കിയത്. രക്ഷ ആവശ്യമായി വന്നത്. രക്ഷ ആവശ്യമായി വന്നത്. ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ അവയവമായി, ദൈവത്തിന്റെ ചാനലായി, ദൈവത്തെ ഭൂമിയിൽ വഹിച്ചു കൊണ്ടുവരുന്നവരായി, സ്വർഗത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നവരായി, ദൈവത്തിന്റെ ആലയമായി ഈ ഭൂമിയിൽ ദൈവത്തെ നടത്തി ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ഈ ഭൂമിയിൽ കൊണ്ടുവരാനാണ് ദൈവം നമ്മളെ വെച്ചത്. സ്വർഗവും ഭൂമിയും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ജീവിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ ജീവിയുള്ളൂ. പ്രിയ ദൈവദാസനെ, അങ്ങാണത്. പ്രിയ മകനെ, പ്രിയ മകളെ, നീയാണത്. സ്വർഗത്തിലും ഭൂമിയിലും ഒരുമിച്ച് ജീവിക്കാൻ വിളിച്ചിട്ടുള്ള ഒരു പെക്യൂലിയർ ക്രിയേഷൻ. ഒരു സമയത്ത് നിത്യതയിലും ഒരു സമയത്ത് സമയത്തിനും ജീവിക്കാൻ ദൈവം വിളിച്ചിട്ടുള്ള ഒരു പെക്യൂലിയർ ക്രിയേഷനാണ് മനുഷ്യ. ഞാനും നിങ്ങൾ അപ്പനോടുകൂടെ ജീവിച്ച് നിത്യതയിൽ ജീവിച്ച സമയത്ത് വെളിപ്പെടണം. അതുകൊണ്ട് നമുക്കെപ്പോഴും രണ്ട് ഭക്ഷണം ആവശ്യമാണ്. ഒരു പട്ടിക്കും പൂച്ചയ്ക്കും ഇവിടുത്തെ ഭക്ഷണം മാത്രം കിട്ടിയാൽ മതി. നമ്മൾ തിന്നുന്ന ഫിഷ് കറി മീൽസ് പട്ടിക്കിട്ട് കൊടുത്താൽ അതങ്ങ് കഴിച്ചോളും. പക്ഷെ നമുക്ക് ജീവിക്കാൻ അത് മാത്രം പോരാ. കാരണം നമ്മൾ ഒരു സമയത്ത് രണ്ട് റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. കർത്താവായ യേശു പിശാചിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണിയാണ് കർത്താവ് പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷം 4-ലും മത്തായി സുവിശേഷം 4-ലും. വചനം അധികം എടുത്ത് വായിക്കത്തില്ല, എനിക്കെല്ലാം വചനം അറിയാവുന്നവരായിരിക്കും. ഈ കല്ലുകളെ അപ്പമായി ഭക്ഷിക്കുവാൻ പിശാചി കൽപ്പിച്ചപ്പോ യേശു ക്രിസ്തു പിശാചിനോട് പറഞ്ഞത്, മനുഷ്യൻ എന്ന് പറഞ്ഞ ഈ യൂണിറ്റ് ഉണ്ടല്ലോ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന യൂണിറ്റ് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ആഹാ, അപ്പൊ മനുഷ്യന് ജീവിക്കാൻ രണ്ട് ടൈപ്പ് ഫുഡ് വേണം അല്ലെ? അദൃശ്യമായ ഫുഡും വേണം, ദൃശ്യമായ ഫുഡും വേണം. ആരുടെ അഭിപ്രായം? സൃഷ്ടാവിന്റെ അഭിപ്രായം. ഈ രണ്ട് ഫുഡും വേണം. എന്തിനാ ഈ രണ്ട് ഫുഡ്? അവൻ രണ്ട് മണ്ഡലത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവനാ. നിത്യതയിലും സമയത്തിലും ഒരുമിച്ച് ജീവിക്കുന്നവനാ. ദൈവരാജ്യത്തിലും ഭൂമിയിലും ഒരുമിച്ച് ജീവിക്കുന്നവനാ. ഒരു മാലാഹയ്ക്ക് ഒരു ഫുഡ് മതി ജീവിക്കാൻ. ദൂതന്, ഒരു നായ്ക്ക് ഒരു ഫുഡ് മതി ജീവിക്കാൻ. എന്നാൽ മനുഷ്യൻ ജീവിക്കാൻ രണ്ട് ഫുഡ് വേണം. രണ്ട് ഫുഡ്. അതെന്തുകൊണ്ട് അവൻ അങ്ങനെ ജീവിക്കണ്ടേ? കാരണം അവന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്വർഗത്തെ ഭൂമിയുമായി കണക്ട് ചെയ്യാനാ. ദൈവത്തെ ഭൂമിയിൽ ഇറക്കേണ്ട പദ്ധതിയാണ് അവനുള്ളത്. ദൈവത്തിന്റെ ഭരണം സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിലും കൊണ്ടുവരാനാണ് അവനെ ഉണ്ടാക്കിയത്. അല്ലാണ്ട് രക്ഷിക്കപ്പെടാനല്ല അവനെ ഉണ്ടാക്കിയത്. എന്നാൽ അതിന്റെ ഇടയിൽ അനുസരണക്കേടിലേക്ക് ആദ്യത്തെ പിശാച് കുടുക്കിയത് കൊണ്ടാണ് രക്ഷയുടെ ആവശ്യം കയറി വന്നത്. അതുകൊണ്ട് രക്ഷയുടെ സുവിശേഷം മാത്രം എടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ പർപ്പസിലേക്ക് മനുഷ്യന് അവൻ എന്തിനാണെന്നുള്ള വെളിച്ചം കൊടുക്കാതെ, മോഷ്ടിക്കപ്പെട്ടത് അവന്റെ ഹൃദയത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കാതെ, മനുഷ്യനെ ബോണഗേനാക്കി നല്ല കാര്യമാ ചെയ്യണം. അത് അത്യാവശ്യമാ. ക്രിസ്തുവിലാണ് നമ്മുടെ അടിസ്ഥാനം. പക്ഷേ ആ അടിസ്ഥാനത്തിന്മേൽ ഇതാ ആടി ഉലയുന്ന ഒരു ഞാങ്ങണ പോലെ നിൽക്കുന്ന കുറെ വിശ്വാസികൾ. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നല്ലൊരു പങ്ക് വിശ്വാസത്തിലേക്ക് വീണുപോകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഭയങ്കര പ്രസംഗങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംശയം ചോദിക്കാനൊക്കെ ആയിട്ട് വിളിക്കും. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു അവതാരത്തെ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം പെട്ടെന്ന്
അത് ചെയ്യണ തെറ്റാണ്, ഇത് ചെയ്യണ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ എന്നോട് സംശയം ചോദിക്കുന്നത് അങ്ങനെയാണോ ഇങ്ങനെയാണോ. പക്ഷെ അത് ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാ, അദ്ദേഹം ഏത് മതത്തിൽ നിന്നാണോ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്, ഏത് വിശ്വാസം? ക്രിസ്തുവിലുള്ള വിശ്വാസം. അതിലേക്ക് കടന്നു വന്നത് അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് സൈറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി. ഇതാ കുറെ വേറെ ദൈവങ്ങളുടെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹം നിൽക്കുകയാണ്. ഞാൻ അതിശയപ്പെട്ടത് എന്തു പറ്റി? എന്നിട്ട് അദ്ദേഹം അവരുടെ കൂട്ടരോട് പറയുന്ന രംഗം അതിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്ന് തന്നെ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സഹോദരങ്ങളെ, ഈ ക്രിസ്തുവിന്റെ പിന്നാലെ പോയത് എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന്. എല്ലാം ഒന്ന് തന്നെയാ. എന്റെ പുറകിൽ കാണുന്ന ഈ ദൈവങ്ങളും ഒക്കെ ഒന്ന് തന്നെയാ. ഞാനത് ബന്ധപ്പെടാൻ പോയില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യത്ത് നിന്ന് ഞങ്ങളുടെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു, ബ്രദറെ ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെന്താ? ആ വ്യക്തി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങേ അറിയുന്നത്. അങ്ങനെയാണ് യൂറോപ്പിൽ നിന്ന് ഞങ്ങളുടെ സൂം മീറ്റിംഗിൽ ദിവസവും ആ സ്ത്രീ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ആ വ്യക്തി ഇതാ പിന്മാറി പോയിരിക്കുന്നു. ഈ ഒരു വിവരം ഞാൻ ഓൾറെഡി അറിഞ്ഞ ഒരു ആ സ്ത്രീക്ക് അറിയത്തില്ല. എന്തുവാണ് സംഭവം? ആ സഹോദരി പറഞ്ഞതാ. ഇതാ ഈ വ്യക്തി സുവിശേഷത്തിലേക്ക് വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വന്നു. പെട്ടെന്ന് ടാലന്റ് ഉള്ള വ്യക്തിയാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച ആളുടെ ഉപദേശിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ആ വ്യക്തിയുടെ വീട്ടിൽ ചേട്ടനും ചേച്ചിയും ഇതാ രക്ഷിക്കപ്പെട്ടു. അവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. നല്ല കാര്യമാണേ. പക്ഷെ എന്തില്ല? മോഷ്ടിക്കപ്പെട്ടത് തിരികെ ഇട്ടിട്ടില്ല. മോഷ്ടിക്കപ്പെട്ടത് തിരികെ കൊടുക്കണം. യേശു 3.5 വർഷക്കാലം ചെയ്യണം. എന്നിട്ടാണ് ബോണയെ നടക്കേണ്ട. ആദ്യം അത് ചെയ്യണം. അവരും രക്ഷിക്കപ്പെട്ടു. തന്റെ അച്ഛനും രക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ നാട്ടിലെ സുവിശേഷ വിരോധികൾ എന്ന് പറയുന്ന വ്യക്തികളാണോ അച്ഛനെ ഭീഷണിപ്പെടുത്തി. ഇദ്ദേഹത്തിന് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, ഒരു ജോലി, മീൻ കച്ചവടമായിരുന്നു. നീ ഞങ്ങളോട് തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് മാർക്കറ്റിൽ നിന്ന് മീൻ തരത്തില്ല. അവര് ആ സഹോദരന്റെ മീൻ കച്ചവടം മുടക്കി. തന്റെ ചേട്ടനെയും ഭാര്യയും ഭീഷണിപ്പെടുത്തി. അവർ പെട്ടെന്ന് തിരിച്ച് അവരുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയി. അച്ഛനെ വന്ന് ഭീഷണിപ്പെടുത്തി. ആ സഹോദരനെ ഭീഷണിപ്പെടുത്തി. വീട്ടിലേക്കുള്ള വരായിക തന്റെ മീൻ കച്ചവടം, വീട്ടിലേക്കുള്ള വരായിക അത് മുടങ്ങി. ഇത് താൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കണ്ടേ? ഒരു നിവൃത്തിയുമില്ല. വയറിന്റെ വിളി വലിയ വിളിയാ. എന്റെ അച്ഛന് ഭക്ഷണം കൊടുക്കണം, എന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണം. എന്റെ വയറിന്റെ വിളി വലിയ വിളിയാ. ഉടനെ തന്നെ ആ സഹോദരൻ ചെയ്ത പദ്ധതിയാണ് തന്റെ ഫേസ്ബുക്കിൽ നിന്ന് സകല രക്ഷയുടെ മാർഗങ്ങളും, സകല രക്ഷയുടെ പോസ്റ്ററുകളും എല്ലാ ബൈബിൾ വചനങ്ങളും എടുത്ത് കളഞ്ഞിട്ട് തന്റെ പുറകിൽ താൻ ആരാധിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോകൾ വെച്ചു. എന്നിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തന്റെ ഫേസ്ബുക്ക് ബ്ലോഗെ മാറ്റി. അവരുടെ ഉത്സവങ്ങൾ, അവരുടെ ക്രമീകരണങ്ങൾ ഇതെല്ലാം വെച്ച് ദിവസവും ജനത്തെ ഗ്രീറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ സഹോദരങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, സഹോദരങ്ങളെ ക്ഷമിക്കണം. തുടർന്ന് അവരുടെ ഉത്സവങ്ങളിൽ അദ്ദേഹം മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അവര് തിരിച്ച് ഗ്രീറ്റ് ചെയ്യാൻ തുടങ്ങി. മകനെ, നീ മടങ്ങി വന്ന നന്നായി. വിശ്വാസത്യാഗത്തിന്റെ കാലം. പ്രോപ്പറായിട്ടുള്ള ബൈബിൾ കൊടുക്കുന്ന അടിസ്ഥാനമിടാതെ വീണ്ടും ജനനം മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ, യേശു 3 വർഷക്കാലം പറഞ്ഞത് പറയാതെ ഇരുന്നാൽ കുട്ടികൾ ജനിക്കും, അവർക്ക് ജീവൻ വരും. ബട്ട് സ്റ്റിൽ ദേ ആർ ലോസ്റ്റ്. ധൂർത്തപുത്രന്റെ കഥയിൽ 2 ഭാഗങ്ങളുണ്ട്. ആ പിതാവ് പറയുന്ന ഒരു കാര്യം, എന്റെ മകൻ മരിച്ചവനായിരുന്നു. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോ ആ തിരിച്ചു വരുന്ന സമയത്ത് തന്റെ വേലക്കാരോടും
മൂത്ത മകനോടും പറയുന്നത് ഒരേ സ്റ്റേറ്റ്മെന്റുകളാ. ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക. എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചു. അപ്പൊ മരണത്തിന്റെ പരിഹാരം നടന്നു. വീണ്ടും പറയാണ്, എന്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ തിരിച്ചു കിട്ടി. ഇതിന്റെ പരിഹാരം നടന്നിട്ടില്ല. ഇതിന്റെ പരിഹാരം നടക്കും. മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചു. അതാണ് കാൽവരി ക്രൂശിലൂടെ നടന്നത്. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ തിരിച്ചു കിട്ടി. നമ്മളെ ഇന്ന് നല്ലൊരു പങ്കിനെയും ഒരു 95% ദൈവത്തിന് തിരിച്ചു കിട്ടിയിട്ടില്ല. ദൈവത്തിന് തിരിച്ചു കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് കർത്താവ് ഒരു ദ്രഹ്മയുടെ കഥ പറയുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. ആ ദ്രഹ്മ മരിച്ചു പോയില്ല, ദ്രഹ്മ നഷ്ടപ്പെട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു ആടിന്റെ കഥ പറയുന്നുണ്ട്, 100 ആടിന്റെ കഥ. അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. ആട് മരിച്ചു പോയില്ല, നഷ്ടപ്പെട്ടേ ഉള്ളൂ. ദ്രഹ്മ മരിച്ചു പോയില്ല, നഷ്ടപ്പെട്ടേ ഉള്ളൂ. പക്ഷേ 2 മക്കളെ കുറിച്ച് പറയുമ്പോ ആ ഇളയ മകനെ കുറിച്ച് പറയാ, എന്റെ മകൻ മരിച്ചവനായി, അവൻ ജീവിച്ചു. പിന്നെ പറയാണ്, നഷ്ടപ്പെട്ടിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതായത് ആടിനും ദ്രഹ്മയ്ക്കും എന്ത് സംഭവിച്ചോ അത് എന്റെ മകന് സംഭവിച്ചിട്ടുണ്ട്. അവൻ നഷ്ടപ്പെട്ടു പോയി, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇന്ന് പ്രിയ ദൈവദാസിനെ, ദൈവദാസിയെ, പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാം സ്നേഹിച്ചുകൊണ്ട് ചോദിക്കാൻ, നമ്മളെ കണ്ടുകിട്ടിയോ? നമ്മൾ വീണ്ടും ജനിച്ചു, ജീവിച്ചു, പക്ഷെ കണ്ടുകിട്ടിയോ? ദ്രഹ്മ കണ്ടുകിട്ടിയാൽ എങ്ങനെ അറിയാമോ? കണ്ടുകിട്ടിയ ഇതാ സ്ത്രീ അത് പോയപ്പോൾ ചൂലെടുത്തു, വിളക്കെടുത്തു, അടിച്ചു വാരി അത് കണ്ടെത്തി. തന്റെ കയ്യിൽ അത് കിട്ടി. ഇതാ ഈ റിമോട്ട് കൺട്രോൾ ദ്രഹ്മയാന്ന് വിചാരിച്ചു. തന്റെ കയ്യിൽ അത് കിട്ടി. ഇതിപ്പോ തന്റെ കയ്യിൽ അത് കിട്ടിയത് കൊണ്ട് താൻ ഇടത്തേക്ക് തിരിച്ചാൽ ഇതാ അത് ഇടത്തേക്ക് വരും. താൻ ഉയർത്തിപ്പിടിച്ചാൽ ദ്രഹ്മ ഉയറിലേക്ക് പോകും. താൻ താഴ്ത്തിപ്പിടിച്ചാൽ ദ്രഹ്മ താഴേക്ക് പോകും. ഇതാണ് കൈ കിട്ടിയാൽ, കണ്ടെത്തിയാലുള്ള ഗുണം. ദൈവത്തിന് നമ്മളെ കണ്ടെത്തിയാൽ ഗുണം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ മുകളിലേക്ക് തിരിച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ദൈവം നമ്മളെ മൈസൂരിലേക്ക് തിരിച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ദൈവം നമ്മളെ ഊട്ടിയിലേക്ക് തിരിച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ദൈവം നമ്മളെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് തിരിച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. കാരണം നമ്മൾ ദൈവത്തിന്റെ കയ്യിലെ ഒരു അവയവമായി മാറും. നമ്മുടെ സ്വയം നമ്മൾ ഇല്ലാതെയാണ്. നമ്മുടെ സ്വയം നമ്മൾ ഇല്ലാതെ, നമ്മുടെ തെറ്റെന്താ? കള്ളുകൂടിയല്ല, വീടി വലിയല്ല, അതൊക്കെ തെറ്റിന്റെ റിസൾട്ട് ആയിട്ട് വന്ന ഫലങ്ങളാണ്. നമ്മുടെ തെറ്റ് യേശയ്യാ 53:6 പറയുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. എന്താണ് തെറ്റ്? നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അതിന്റെ തെളിവുകൾ തന്നെയാണ് ഇത് കാണുന്ന ഡിനോമിനേഷന്റെ ഒരു വമ്പൻ സന്നാഹം. ഒരു യഥാർത്ഥ ദൈവവേദനയിൽ ആരെയും വെറുക്കാൻ കഴിയില്ല. എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരെയും സ്നേഹിക്കും. മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല. കാരണം ഇവരെല്ലാവരും എന്റെ ദൈവത്തിന്റെ സൃഷ്ടികളാ, ദൈവത്തിന്റെ മക്കളാണ്. നഷ്ടപ്പെട്ടതും മരിച്ചതുമായ മക്കളാണ് ചുറ്റുമുള്ളത്. എന്നാൽ വീണ്ടും ജനിച്ച ഒരു കൂട്ടരുണ്ടെങ്കിൽ അവർ വീണ്ടും ജനിച്ചെങ്കിലും നഷ്ടപ്പെട്ട മക്കളാണ്. എന്നാൽ ആ വീണ്ടും ജനിച്ച വ്യക്തിത്വങ്ങൾ യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം കേട്ട് യേശുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ അവർ തുടർന്ന് ആ നഷ്ടത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി കണ്ടെത്തിയ മക്കളായി. അങ്ങനെ ജീവനുള്ളതും കണ്ടെത്തിയവരുമായ മക്കളായി. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ മക്കളെ, ഇതായി കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഹൃദയത്തിന് ഇടികൊള്ളുന്ന പോലെയൊക്കെ തോന്നും. കാരണം നമ്മൾ മനസ്സിലാക്കിയതും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ ഇരുളടഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിനെ സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതുമായിട്ടാണ്. ആ ഒരു കമ്പാരിസൺ വിട്ടുകളയുക, പകരം വചനവുമായിട്ട് കമ്പയർ ചെയ്യുക. പഠിച്ചു വെച്ചതായിട്ട് കമ്പയർ ചെയ്യരുത്, വചനവുമായിട്ട് കമ്പയർ ചെയ്യുക. വചനവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ വഴി സത്യമാണ് എങ്കിൽ ശ്രദ്ധിച്ചോളുക, നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ഫലമില്ലയോ, there is something wrong. 5 വർഷം മെഡിക്കൽ കോളേജിൽ പഠിച്ച മോള് വീട്ടിൽ തിരിച്ചു വന്നു മമ്മിക്ക് അസുഖമായിട്ട് കിടക്കുന്നു. പപ്പ പറഞ്ഞു, മോളെ മമ്മിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കടാ. മോള് ഞെട്ടി, ഇല്ലപ്പോ, അയ്യോ ഇഞ്ചക്ഷൻ എന്തുവാടി? ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും മോളെ, മമ്മിക്ക് സുഖമില്ലല്ലോ. പപ്പ എന്താടി? എനിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ അറിയത്തില്ല.
പപ്പ ഞെട്ടി. ഇഞ്ചക്ഷൻ നീ അറിയത്തില്ല, നീ ഇപ്പൊ 5 വർഷം പഠിച്ചത് എവിടെയാ? മെഡിക്കൽ കോളേജിൽ. ഈ അപ്പൻ എന്നാ ചിന്തിക്കും? ഒന്നില്ലെങ്കിൽ നീ 5 വർഷം നീ പഠിച്ചില്ല, നീ ഉഴപ്പി, അല്ലെങ്കിൽ നിന്റെ കോളേജിൽ എന്തോ പ്രശ്നമുണ്ട്. ഫലം നോക്കി വിഷയത്തെ തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് നോക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അതിന്റെ കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു. അതുകൊണ്ട് അവന് പാപം ചെയ്യുവാനുള്ള കഴിവ് ഇല്ല. ആരുടെ പ്രൊഡക്റ്റ് ആണെന്നറിയാമോ? ക്രിസ്തേശുവിന്റെ പ്രൊഡക്റ്റാ. പാപം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ജനം, കഴിവില്ലാത്ത. യോഹന്നാൻ ലേഖനത്തിൽ ഒരു വാക്യം പറഞ്ഞു, ഈ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ പ്രൊഡക്ഷന്റെ പൂർണ്ണതയാണ് നമ്മളിവിടെ കാണുന്നത്. ഇല്ലയോ? ഫലം നോക്കി വിഷയത്തെ തിരിച്ചറിയുമ്പോൾ എവിടെയൊക്കെയോ കുഴപ്പമുണ്ട്. ഒന്നില്ലെങ്കിൽ പഠിച്ച MBBS പഠിച്ച കോളേജ് തെറ്റുപോലെ, അല്ലെങ്കിൽ നീ ഉഴപ്പിയതുപോലെ ഏതെങ്കിലും സംഭവിച്ചു. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞോ. അപ്പൊ ഈ സംസാരത്തിൽ മുഴുവൻ പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദേവദാസന്മാരെ, ജീവിതത്തിന്റെ ഫലത്തിലൂടെ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ. കർത്താവ് അനേക പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ആരും നിങ്ങളെ ഏത് വിധേനയും ചതിക്കരുത്. അവരാടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരും, പുറമേ ദൈവ പൈതലിന്റെ വേഷമായിരിക്കും, ദൈവദാസന്റെ വേഷമായിരിക്കും, ഇതേപോലെ വെള്ള ഉടുപ്പായിരിക്കും. അവർക്കും 2 കണ്ണ്, 2 ചെവി, 1 മൂക്ക്, 1 വായ, 2 കൈയൊക്കെ ഉണ്ടാകും. പക്ഷെ അകമേയോ കടിച്ചു കിടന്ന ചെന്നായ. അവരുടെ ആത്മമണ്ഡലത്തിൽ ആള് വേറെ, വേറെയാ. ഇത് ദേവദാസൻ ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ദേവദാസന്മാരെ, സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞത്. അകമേ കടിച്ചു കിടന്ന ചെന്നായികളായിരിക്കും. അതായത് ന്യായവിധിയുടെ മണ്ഡലത്തിലിട്ട് കടിച്ചു കുറുകും. ആരവിടെ തന്നെ പറയാം, യേശുവേ അങ്ങ് ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചവരാണ്. യേശു പറയും, എന്നെ കർത്താവെ എന്ന് പറഞ്ഞവനല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്. ഓഹോ, അപ്പൊ ഈ സ്വർഗ്ഗരാജ്യത്തിൽ കയറാനുള്ള ഗേറ്റ് ആണല്ലേ. പിന്നെ ആരാ കയറുന്നേ? എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ കയറുന്നേ. ഓഹോ, അപ്പൊ ഞങ്ങൾ വീണ്ടും ജനിച്ചു കർത്താവ് എന്ന് പറഞ്ഞിട്ട്. അത് നിനക്ക് ദൈവപുത്രനാകാനുള്ള അധികാരം തന്നതാ, നീ അത് ഉപയോഗിച്ചില്ലല്ലോ. അത് ഉപയോഗിച്ച് എന്റെ പിതാവിന്റെ ഇഷ്ടം നീ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ മരിച്ചത്. ഏശയ്യാ 53:10. എന്താ ദൈവത്തിന്റെ ഇഷ്ടം? അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് നാം ദൈവത്തെ ആരാധിക്കണം. ഇതാണോ ദൈവത്തിന്റെ ഇഷ്ടം? അല്ല, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം. അങ്ങനെ യഹോവയുടെ ഇഷ്ടം ശ്രദ്ധിച്ചേ, യഹോവയുടെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം യേശുവിന്റെ കയ്യാൽ സാധിക്കണം. സന്തതിയെ കാണണം. ആ സന്തതിയാ ദൈവപുത്രൻ. ക്രിസ്തുവിൽ ദൈവപുത്രന്മാർ വെളിപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഈ ഇഷ്ടത്തിലേക്ക് ഒരു വ്യക്തിത്വത്തെ വഴി നടത്തണം. നമ്മൾ ആദ്യം പോകണം. ഇതാ കർത്താവ് മത്തായി 7:21 പറയുന്നത്, എന്നെ കർത്താവ് എന്ന് പറയുന്നവനല്ല. യേശുക്രിസ്തു കേസ് പിതാവിലേക്ക് റെഫർ ചെയ്തു. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നു. വീണ്ടും ജനം സംഭവിച്ച കൂട്ടരാണ് നിൽക്കുന്നത്. ഇനി വീണ്ടും ജനം കഴിഞ്ഞു, ശുശ്രൂഷയുള്ള കൂട്ടരാണ് അടുത്ത് നിൽക്കുന്നത്. ദൈവദാസന്മാർ, സാധാരണ വ്യക്തിത്വങ്ങളെ അഭിഷിക്തന്മാരാണ് അവിടെ നിൽക്കുന്നത്. അഭിഷിക്തന്മാർ. യേശു വീണ്ടും പറയാണ്, യേശു മുൻപിൽ വരാൻ പോകുന്ന സംഭവത്തെ മുൻകൂട്ടി കണ്ടു പറയുന്ന രംഗമാണ് ഈ പറയുന്നത്. യേശു വീണ്ടും പറയാണ്, അന്നാളിൽ പലരും എന്നോട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി,
ശുശ്രൂഷന്മാരുടെ കാര്യം പറയുന്നേ, രോഗികളെ സൗഖ്യമാക്കി, പ്രവചിച്ചു. അവരതൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ കർത്താവ് സന്തോഷിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഇതാ വളരെ ക്രെഡിറ്റുകൾ നൽകും, പ്രതിഫലം നൽകുമെന്ന് ചിന്തിച്ചുകൊണ്ടായി പറയുന്നത്. പക്ഷെ അവർ വഞ്ചിക്കപ്പെട്ട കാര്യം അവരറിഞ്ഞില്ല. അവർ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള വിഷയം അവരറിഞ്ഞില്ല. കർത്താവിനോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. അവരുടെ ചിന്തയിൽ ഗെറ്റ് ഔട്ട് അല്ല അവർ പ്രതീക്ഷിച്ച്, പ്രതിഫലം പ്രതീക്ഷിച്ച്. പക്ഷെ കിട്ടിയത് ഗെറ്റ് ഔട്ട്. നമുക്കിങ്ങനെ പോണോ? നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലുന്ന ഒന്ന്, കിട്ടുന്നത് വേറൊന്ന്. അവര് ചതിക്കപ്പെട്ടവരെ അറിഞ്ഞില്ല, ദൈവ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞില്ല. യേശു 3.5 വർഷക്കാലം ചെയ്ത ശുശ്രൂഷ എന്താണെന്ന് അറിഞ്ഞില്ല. 3.5 വർഷം കഴിഞ്ഞ കാൽവരിയിൽ യേശു മരിച്ചത് മുതൽ അവർ തുടങ്ങിയത്. മോഷ്ടിക്കപ്പെട്ടവനെ യഥാസ്ഥാനപ്പെടുത്തിയില്ല, ലോകത്തിന്റെ വെളിച്ചമായി തീർന്നില്ല. ഒരു ബോൺ അഗെയിൻ മണ്ഡലം മാത്രം പ്രസംഗിച്ച് നടന്നു. പ്രസംഗിക്കണം, തീർച്ചയായും പ്രസംഗിച്ചേ പറ്റൂ. അതായത് മാനവകുലത്തിന് സംഭവിച്ചത് ആദ്യം അവരുടെ മരണമല്ല, ആദ്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് മോഷണമാണ്. മോഷണം. ആ മോഷിച്ചെടുത്തതിനെ തിരിച്ചു കൊടുത്തിട്ട് വേണം അവരെ വീണ്ടും ജന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ. എങ്കിലേ മൂന്നാമത് അവരുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അനുഗ്രഹിക്കപ്പെടുക. യോഹന്നാൻ 10:10 വരുമ്പോ മാനവകുലത്തിന് സംഭവിച്ചത് ആദ്യം മരണമല്ല, രണ്ടാമതാണ് മരണം സംഭവിച്ചത്. അവിടെ പറയുന്ന ഒരു കാര്യം, മോഷ്ടിക്കാനും അറക്കാനും മുടിക്കാനും അത്രേ കള്ളൻ വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. അവിടെ എഴുതിയിരിക്കുന്നു, the thief comes not but for to steal and to kill and to destroy. മലയാളത്തില് മോഷ്ടിക്കുക, രണ്ടാമത് അറക്കുക, മൂന്നാമത് മുടിക്കുക. മോഷ്ടിക്കുക എന്നുള്ള പദം കഴിഞ്ഞിട്ട് അറക്കുക എന്നുള്ള പദം അറക്കുക. ഇംഗ്ലീഷിൽ കിൽ എന്നാണ്, കൊന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അറക്കം സെപ്പറേഷൻ, മരണം എന്നൊരു സെപ്പറേഷൻ ആണ്. ദൈവത്തിന് മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്തു. അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. നാം ഇന്ന് സുവിശേഷ വേദിയിൽ തുടങ്ങുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്നാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നല്ല തുടങ്ങേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പിൽ തുടങ്ങണം. ആദ്യത്തെ പരിപാടി മോഷണമാണ്. മോഷണം, മോഷ്ടിച്ചതിനെ തിരിച്ചു കൊടുക്കണം മാനവ ഹൃദയത്തിലേക്ക്. അതുകൊണ്ടാണ് യേശുക്രിസ്തു 3.5 വർഷക്കാലം മോഷ്ടിച്ചതിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പ്രസംഗിച്ചത്. നമ്മൾ ആദ്യത്തിലും തുടങ്ങാതെ രണ്ടാമത്തിലും തുടങ്ങുന്നു. കൊന്നതിനെ വീണ്ടും ജനനം കൊടുക്കുന്നു. നല്ല കാര്യം. പക്ഷേ ആദ്യ സ്റ്റെപ്പ് ഇല്ലാത്തത് കൊണ്ട് ഈ രണ്ടാമത് വീണ്ടും ജനനം സംഭവിച്ച വ്യക്തിത്വങ്ങൾ അവർക്ക് ബലമില്ല. ഒരു പ്രതികൂലം വരുമ്പോൾ അവർ വീണു പോകുന്നു. ദൈവത്തിന്റെ ദാസന്മാരെ, വിശ്വാസ ത്യാഗത്തിന്റെ കാലമാണ് തൊട്ടു മുമ്പിൽ നിൽക്കുന്നത്. ഇതൊരു പരീക്ഷയുടെ മണ്ഡലമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ബോധം ജനത്തിന് കൊടുത്തില്ല എങ്കിൽ ജനം വീണുപോകും. അതിന് ദൈവദാസന്മാർക്ക് ഈ പരിജ്ഞാനം ഇല്ല എങ്കിൽ ഈ ജനം നശിച്ചു പോകും. ദൈവത്തിന്റെ വചനം ഹോശേയ 4:6 പറയുന്നു, പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ദൈവം പറയാണ്, എന്റെ ജനം നശിച്ചു പോകുന്നു. ആരാധന ഇല്ലാത്തത് കൊണ്ടല്ല, ഉപവാസ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടല്ല, പാട്ടില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിന്റെ ദാസന്മാർക്ക് പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു. ആര് പറഞ്ഞു? ഞാനല്ല, ദൈവം പറയുന്നു. അവർ എഴുതിയിരിക്കുകയാണ്, പരിജ്ഞാനം ഇല്ലായാൽ ദൈവം പറയും എന്റെ ജനം നശിച്ചു പോകുന്നു. ആരാ കാരണം? പുരോഹിതനാണ്, ശുശ്രൂഷകനാണ്, അച്ഛനാണ്, പാസ്റ്ററാണ് കാരണം. അവർ എഴുതിയിരിക്കുന്നു, പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്തവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞത് കൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. മക്കളെ മറക്കും. ആരാ പറയുന്നത്? ഞാനല്ല, ദൈവം പറയുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടന നാളെ ഉണ്ടാവില്ല. ഈ മൂക്കിലെ ശ്വാസം ഏതാനും ദിവസം കൊണ്ട് തീരും. അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടന ഏതാണോ, അത് കത്തോലിക്ക സംഘടനയാണോ, അതോ ബ്രദറസ് സംഘടനയാണോ, അതോ TPM സംഘടനയാണോ, IPC സംഘടനയാണോ, അതോ ലോകത്തിലെ ഏതെങ്കിലും പല ഗ്രൂപ്പ് സംഘടനയാണോ, അവരൊന്നും സ്വർഗരാജ്യത്തിൽ ഇല്ല. അവിടെ യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെട്ട് ജയം പ്രാപിച്ച ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ.
ഇതൊന്നും അവിടെ കാണത്തില്ല. ഒരിക്കലും ഒരു TPM-കാരൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. അയ്യോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാധിക്കത്തില്ല, കാരണം ഞങ്ങൾ അവിടെ, ഞാൻ TPM-ൽ മാത്രമേ ആരാധിക്കൂ. അങ്ങനെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. കാരണം അവിടെ TPM ബോർഡ് അന്വേഷിച്ച് പോയാൽ കിട്ടും. അല്ല, ഇപ്പൊ നമ്മുടെ സഭയുടെ കാര്യം പറഞ്ഞാൽ അതും അവിടെ ഇല്ല. പരിജ്ഞാനമില്ലാത്തതിനാൽ ദൈവജനം തെറ്റിപ്പോകുന്നു. അതിന്റെ കാരണം പുരോഹിതനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിന്റെ മക്കളെയും മറക്കും. അതിന്റെ താഴേക്ക് എഴുതിയിരിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ഈ പരിജ്ഞാനം ഇല്ലാത്ത പുരോഹിതൻ ശുശ്രൂഷിച്ച് ദൈവത്തിന്റെ ഇതകൾ ജനത്തിന് കൊടുക്കുകയല്ല, പകരം ഈ ജനത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുക. എന്നിട്ട് ജനത്തെ അവരുടെ ആകാത്ത വഴിയിൽ തിരിക്കുന്നില്ല. എന്നിട്ട് അവരവരുടെ ആകാത്ത വഴി തന്നെ തുടർന്നുകൊണ്ട് ആരാധന ചെയ്തുകൊണ്ടിരിക്കുക. അവരവരുടെ പാപമാർഗം വിട്ടുതിരിയുന്നില്ല. അവരവരുടെ സ്വയം ജീവിതം മാറ്റി ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് വരുന്നില്ല. അവരവരുടെ സ്വയം കേന്ദ്രീകൃത ജീവിതത്തില് അവരതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പുരോഹിതൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇറങ്ങുന്നു. ദൈവത്തിന്റെ വചനം തൊട്ട് താഴെ പറയാ, എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കും. ദൈവദാസിയെ സ്നേഹത്തോടെ പറയട്ടെ, ആ കാറ്റഗറിയിൽ നമ്മൾ വരൂ. ആ കാറ്റഗറിയിൽ നമ്മൾ വരുമോ? എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. താഴേക്ക് അടുത്ത വാക്യം ഇതാ അവിടെ എഴുതിയിരിക്കുന്നു, അവർ എന്നെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. അവരുടെ അകൃത്യത്തിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ആര്? പുരോഹിതന്മാർ. ഈ കാറ്റഗറിയിലേക്ക് ഞാൻ നിങ്ങൾ വരരുത്. ഈ കാറ്റഗറിയിലേക്ക് ഞാൻ നിങ്ങൾ വരരുത്. കർത്താവ് ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. ദൈവദാസന്മാരെ, മുഖം നോക്കാതെ കാര്യം പറയുമ്പോൾ വിഷമം തോന്നരുത്. ഒരപ്പന്റെ സ്നേഹം മനസ്സിലാണ്, സ്നേഹതിയായ പിതാവിന്റെ സ്നേഹം. മക്കൾ നഷ്ടപ്പെടാനല്ല, അപ്പന്റെ ഹൃദയത്തിനകത്ത് നമ്മൾ നിൽക്കണം. നമ്മൾ അപ്പന്റെ അവയവങ്ങൾ ആ ഭൂമിയിൽ. അപ്പൻ അവിടെ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടണം. തുടർന്ന് അപ്പൻ നമ്മുടെ ശരീരം ഉപയോഗിച്ച് ജീവിതത്തിൽ, ലോകത്തിൽ അപ്പനെ സ്നേഹിക്കുന്ന ജനത്തോട് വിളിച്ചു പറയണം. അങ്ങനെ ജനത്തെ അവരുടെ ആകാത്ത വഴി നിന്ന് തിരിച്ച് ക്രിസ്തുവിലൂടെ അപ്പന്റെ അടുക്കൽ എത്തിക്കും. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇതിനാണ് നമ്മൾ നിൽക്കേണ്ടത്. വിഷയങ്ങളോർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തെ ഇൻഫോം ചെയ്യണം. ദാറ്റ്സ് ഇനഫ്. ദൈവം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യും. ദൈവം ആ കാര്യങ്ങളെ തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും പാനിക്കാകേണ്ട ആവശ്യമില്ല. മരണത്തെ ഒന്നും ഓർത്ത് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തെ ഓർക്കുമ്പോൾ യഥാർത്ഥ ദൈവത്തെ പുഞ്ചിരിക്കും. കാരണം അവനറിയാം, മരണം എന്ന് പറയുന്നത് ജന്മദിവസത്തേക്കാൾ നല്ല ദിവസം. മരണം എന്ന് പറയുന്നത് യഹോവയ്ക്ക് തന്റെ ഭക്തന്റെ മരണം വിലയേറിയത്. മരണം എന്ന് പറയുന്നത് അതൊരു ഡോറ. മരണമുള്ള ജീവിതത്തിൽ നിന്നും മരണമില്ലാത്ത ജീവിതത്തിലേക്കുള്ള ഡോറ. അതിനൊന്നും ഓർത്ത് യഥാർത്ഥ ദൈവം ഇതിൽ ഭയപ്പെടുകയില്ല. ഇതുപോലെ വിശുദ്ധ പൗലോസിലേക്ക് എഴുതിയിരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് ശരീരം വിട്ട് കർത്താവോട് കൂടി ആയിരിക്കണം. ഉത്തമമെന്നല്ല, അത്യുത്തമം. ശരീരത്തിലായിരിക്കുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് അകന്ന് പരദേശിയായിരിക്കുന്നു. പക്ഷെ ശരീരം വിട്ടാൽ ഞാൻ സ്വദേശിയാകും. ഈ കാഴ്ചപ്പാടാണോ നമുക്ക്? ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ള ദൈവദാസന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി സ്വന്തം മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണം എന്ന് പറയുന്നത് മരണമുള്ള മണ്ഡലത്തിൽ നിന്ന് മരണമില്ലാത്ത വീട്ടിലേക്കുള്ള യാത്രയാണ്. ഡോറ. യഥാർത്ഥ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ പെർസെപ്ഷൻ വെച്ചാൽ നമ്മുടെ വ്യൂ പോയിന്റ്, കാഴ്ചപ്പാട് അത് മാറുമ്പോൾ ചുറ്റുപാട് നമ്മളുടെ കീഴിൽ നിന്ന് ഈ ലോകത്തിന്റെ പെർസെപ്ഷൻ അതായിരിക്കും. അയ്യോ, അവിടെ എന്താ സംഭവിക്കും, ഇവിടെ എന്താ സംഭവിക്കും. ഇതുകൊണ്ടൊന്നും ആകുലപ്പെടേണ്ട ആവശ്യമല്ല. ഇറ്റ്സ് ഓൾ ഇൻ ദ കൺട്രോൾ ഓഫ് അവർ ഹെവൻലി ഫാദർ. ഇവിടെ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടീച്ചിങ് സഭയ്ക്ക് കിട്ടുവാൻ കഴിഞ്ഞില്ല. പിശാചിനെ മറച്ചു. 2 കൊരിന്ത്യർ 4:4 സ്ക്രീനിൽ നിന്ന് കൊണ്ടുവന്നാണ് ദിവസം. 2 കൊരിന്ത്യർ 4:4 സ്ക്രീനിൽ ഒന്ന് കൊണ്ടുവന്നാണ്. ദൈവജനം, ദൈവദാസന്മാരൊന്ന് കാണട്ടെ. ഓളോടെ ലവ് യു ഫാദർ. അവിടെ എഴുതിയിരിക്കുക, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ഇതാണ് യേശു 3 വർഷക്കാലം പ്രസംഗിച്ചത്. അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മറ്റേതിൽ പറഞ്ഞാൽ
ഇതാ യേശു ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം ജനത്തെ അറിയിക്കാതെ ഇവരുടെ മനസ്സിനെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി തുടർത്തി, അവിശ്വാസികളായി നിർത്തി, വിശ്വാസികൾ എന്നുള്ള പേരിൽ അവിശ്വാസികളായി നിർത്തിയിരിക്കുക. കാരണം ഇവരാ സുവിശേഷം കേട്ടിട്ടില്ല. ഇവർ കേട്ടത് എവിടെ മുതലാണ്? ഇതാ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് മുതലുള്ള സുവിശേഷം അവർ കേട്ടിട്ടുണ്ട്. അതിനു മുമ്പ് 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം അവർ കേട്ടിട്ടില്ല. ഈ 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം നമുക്കിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് മുഴുവൻ ഇതാ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒരു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ്? ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. നീ മാനസാന്തരപ്പെട്ടാൽ ഭൂമിയുടെ ഭരണം, കിങ്ഡം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതായിരുന്നു സന്ദേശം. മത്തായി 4:17 കർത്താവിന്റെ ആദ്യത്തെ പ്രസംഗം. സ്വർഗരാജ് അന്ന് മുതൽ അവൻ പ്രസംഗം ആരംഭിച്ചു. അവിടെ വഴിഞ്ഞ അന്ന് മുതൽ പ്രസംഗം ആരംഭിച്ചു. അവർ എഴുതിയിരിക്കുകയാണ് അന്ന് മുതൽ. യേശുവിന്റെ ആദ്യ പ്രസംഗം അന്ന് മുതൽ. യേശു ആരാണ്? ഞാൻ നിങ്ങൾ രക്ഷകനായിട്ട് പറയുന്ന യേശു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇനി ജീവിതകാലം മുഴുവൻ പ്രസംഗ വിഷയത്തിന് യാതൊരു മാറ്റവും ഇല്ല. അത് തന്നെ പ്രസംഗ വിഷയം. മാനസാന്തരപ്പെടുന്ന പ്രസംഗിച്ചു തുടങ്ങി. ഇനി ഇത് എന്താണ്? ഈ പറഞ്ഞതാണ് കർത്താവ് 3 വർഷക്കാലം പറഞ്ഞ സുവിശേഷം. ഈ പറഞ്ഞതാണ് സുവിശേഷം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭരണം, ആ ഗവൺമെന്റ് ഭൂമിയിലേക്ക് വരുന്നു. നീ മാനസാന്തരപ്പെടുക മനുഷ്യ. മാനസാന്തരപ്പെട്ടാൽ ആ ഗവൺമെന്റിലെ ഭൂമിയിലെ ഭരണാധികാരി നീ ആയിരിക്കും. നീ മാനസാന്തരപ്പെടണം. ഇതാണ് ലൂക്കോസ് 12:32 പറയുന്നത്. കർത്താവ് പറയാണ്, ചെറിയാട്ടിക്കൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. Kingdom, fear not little flock, for it is your father's good pleasure to give you the kingdom. Kingdom നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഈ സന്ദേശമാണോ നമ്മൾ പറയുന്നത്? ആ കിങ്ഡം എന്ന് പറയുന്ന ഭൂമിയുടെ മുകളിൽ നിങ്ങൾ വേണം വാഴാൻ ദൈവത്തിന് വേണ്ടി. ഇതാണ് യേശു ക്രിസ്തു 3.5 വർഷക്കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് യേശു കാൽവരിയിൽ പോയി മരിച്ചത്. അതിന്റെ ഡീറ്റെയിൽ ദൈവം അനുവദിക്കുന്ന എല്ലാം കൂടി ഈ ചെറിയ സമയം കൊണ്ട് പറയാൻ പറ്റില്ല. സമയം നമുക്ക് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ എന്തിനാണ് ഭൂമിയിൽ, എന്താണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഒരു വിശ്വാസിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ഒരു ദൈവദാസന്റെ അറിവ് വേണം. ആക്ച്വലി എന്തോ ഇവിടെ സംഭവിക്കുന്നു? ഭൂമിക്ക് മുകളിലുള്ള നമ്മൾ എന്തിനാ ദൈവം സൃഷ്ടിച്ച്? എവറിത്തിങ് ദേർ ഇസ് എ പർപ്പസ്. പർപ്പസ് കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ എന്തിനാ ദൈവം ഉണ്ടാക്കിയത്? ഇറ്റ്സ് ആൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഓവർ എർത്ത്. ദൈവരാജ്യത്തിലെ ഒരു തൊഴിലവസരമാണ് എവിടെ? ഭൂമിക്ക് മുകളിൽ നമ്മുടെ സൃഷ്ടിപ്പിന്റെ കാരണം. ഇതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തത്, എന്തിനാ ഈ ജീവിതം? ദിസ് പ്രസന്റ് ലൈഫ് ഈസ് ഇറ്റ്സ് ഇന്റർവ്യൂ. ആ തൊഴിലവസരത്തിലേക്കുള്ള ഇന്റർവ്യൂ ആണ് ഇന്നത്തെ ഈ ജീവിതം. ദൈവരാജ്യത്തിലെ ഒരു തൊഴിലവസരം. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചിരിക്കണ്ണം ഭൂമിയൊന്നുമല്ല. സർവപ്രപഞ്ചവും ദൈവരാജ്യത്തിൽ. അതിലെ ഒരു തരി മണ്ണ് പോലെയുള്ളൂ ഭൂമി. അത് നമ്മുടെ അപ്പന്റെ ഒരു പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയെ നമ്മുടെ അപ്പന് വേണ്ടി വാഴാനാണ് നമ്മളെ ഉണ്ടാക്കിയത്. ഈ ഒരു പ്രകാശം ആദ്യം തന്നെ നമ്മൾ ജനത്തിന് കൊടുക്കണം. ഇതാണ് കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നത്. ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുവാൻ മക്കളെ
ആ കിങ്ഡം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പം പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ മാനസാന്തരം എന്നിട്ട് എന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കും. ഇതാണ് യേശു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം. എന്ത് സുവിശേഷം? രാജ്യത്തിന്റെ സുവിശേഷം. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷത്തിൽ കിട്ടുന്നത്? രോഗസൗഖ്യമാണോ? ഭൂരസൗഖ്യമാണോ? അയ്യോ, അതൊക്കെ വേറെ അമ്മായി വരുമ്പോ കൊണ്ടിരുന്ന ചോക്ലേറ്റ് പോലെയുള്ളൂ. അതിന്റെയൊക്കെ പുറകെ കിടന്ന് പിടിച്ച് നമ്മൾ അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല വേണ്ടത്. നിന്റെ രോഗികളെ സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കി, അതൊക്കെ ചോക്ലേറ്റാ. ഇതൊക്കെ ദൈവം നമ്മളുടെ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ജീവിതത്തിൽ നടക്കും. കാരണം നമ്മൾ ദൈവത്തിന്റെ വാഹകരാണ്. We are God's carriers on earth. Hallelujah. ദൈവത്തെ വഹിച്ച് ഭൂമിയിൽ നടത്തുന്നവരാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം. സങ്കീർത്തനം 6:16 പറയുന്നത്. അവിടെ പറയാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. I will dwell in you and walk in you. ആര്? ദൈവം. You are God's temple. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്. ഇതാ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും മലയാളം കുറെ ഒരു 20% ട്രാൻസ്ലേഷൻ തെറ്റാ. ഒരു KJV ഒരു ASV കൂടെ വെച്ചാൽ ദൈവദാസന്മാർക്ക് നല്ലത്. അല്ലെങ്കിൽ പലയിടത്തും ചെന്ന് ഒരുപക്ഷെ നാണം കെടും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അങ്ങനെയല്ല, ഇടയിൽ നടക്കുന്ന പരിപാടിയല്ല ഈ പറഞ്ഞത്, അവരിൽ നടക്കും. ഇതാ അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ്, I will dwell in them and walk in them, not walk among them. I will walk in them. ഞാൻ അവരിൽ നടക്കും. ഞാൻ അവരുടെ ഉള്ളിൽ വസിച്ചിട്ട് അവരിലൂടെ ഭൂമിയിൽ നടക്കും. They are walking temple. They carry me. മനുഷ്യർ എന്നെ വഹിക്കും. ഞാൻ ഇതാ ദൈവത്തിന്റെ ആലയമാണ്. ഞാൻ നടക്കുന്നിടത്തേക്ക് ദൈവം മൂവ് ചെയ്യും. അങ്ങനെ എന്നെ ഒരു ഷൂ പോലെ ദൈവം ഉപയോഗിക്കും. അങ്ങനെ എന്നിലൂടെ ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ വരും. ഇതാ ദൈവരാജ്യം. ഇതാ ദൈവരാജ്യം. ഇതാ കർത്താവ് പറഞ്ഞേ, ഈ പിതാവ് എന്ന് പറയുന്ന അദൃശ്യനായ ദൈവമാണ്. ഇതാണ് കർത്താവ് പറഞ്ഞേ, എന്നെ കാണുവാൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കാരണം പിതാവ് അദൃശ്യനാണ്. എന്റെ അദൃശ്യ മണ്ഡലത്തിൽ പിതാവുണ്ട്. ഇതിനുള്ള യോഹന്നാൻ 14:10 കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്ന അതിന്റെ അവസാന ഭാഗം, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ഒരു യഥാർത്ഥ മനുഷ്യനെ കർത്താവ് കാണിച്ചു തരികയാണ്. അതിന്റെ അവസാന ഭാഗം വായിക്കുമ്പോ ഇവിടെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ യേശുവിലൂടെ ജീവിച്ചതാരാണ്? അദൃശ്യനായ പിതാവ്. അദൃശ്യനായ പിതാവ്. ഇതേപോലെ നമ്മളുടെ ജീവിക്കേണ്ടേ. അങ്ങനെ നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ഭരണാധികാരികളായി ഭൂമിയിൽ. ദൈവം ചിന്തിക്കുന്നത് നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ ആ നിമിഷം വെളിപ്പെടും. അത് നമ്മൾ ഭൂമിയിൽ കൊണ്ടുവരും. ഇതിനു വേണ്ടി അറിയാമോ നമ്മൾ നമ്മളെ ഉണ്ടാക്കിയത്? ഈ ഒരു ചിന്ത മനുഷ്യർക്കില്ല. ഇതാണ് നമ്മുടെ പർപ്പസ്. സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കണം. ഇതാണ് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന്റെ പർപ്പസ്. ഇതാണ് മർമ്മം. എഫേസ്യർ 1:9-10 പറയുന്നു. എന്താണ് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന്റെ മർമ്മം? അവൻ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. സ്വർഗത്തിലാരാ? ദൈവം. ഭൂമിയിലാരാ? മനുഷ്യൻ. ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന കാലസമുദ്ര വ്യവസ്ഥ. ഇതൊരു മർമ്മമാണ്. ഇതൊരു മർമ്മമാണ്. ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയേ. അവിടെ എഴുതിയിരിക്കുന്നു, അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാരത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം. മർമ്മം എന്ന് വെച്ചാൽ ഇസ് എ മിസ്റ്ററി, മറിഞ്ഞു കിടക്കുന്നത് അവൻ നമ്മോട് അറിയിച്ചു. പുതിയ നിയമത്തോടെ അറിയിച്ചു. പക്ഷെ നമുക്കിത് മനസ്സിലാകണ്ടേ. അതെന്താണ് അടുത്ത വാക്യം? അത് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് ഈ ക്രിസ്തുവിൽ ഒന്നായി ചേരണം. രണ്ടും കൂടി ഒന്നായി ചേരണം. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമുദ്ര വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് യാത്ര. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അവിടെ എത്താൻ പറ്റുന്നില്ല? കാരണം നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് പോയി. യേശയ്യാ 53:6 പറഞ്ഞത്, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് പോയി. അതുകൊണ്ട് സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാക്കാൻ പറ്റുന്നില്ല. യേശയ്യാ 53:6 ഒന്ന് എടുത്താണ് ദിവസം. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞു. ഇതാ നമ്മുടെ തെറ്റ്. വീഡിയോ വലിയൊക്കെ അതിന്റെ റിസൾട്ട് ആയിട്ട് വന്നതാ. അവിടെ എഴുതിയിരിക്കുന്നു, നാം എല്ലാവരും, ദൈവം നമ്മളിലുള്ള തെറ്റെന്നാണ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്താ ദൈവം നമ്മൾ കണ്ട തെറ്റ്? നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് പോയി.
താന്റെ വഴിക്ക് പോയി. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകത്യം അവന്റെ മേൽ ചുമത്തി. എന്തിനാണ്? താന്റെ വഴിക്ക് പോയതുകൊണ്ടാണ് നമ്മൾ മരണം അടഞ്ഞത്. ആത്മമണ്ഡലത്തിൽ മരണം അടഞ്ഞു, ശരീരത്തിലേക്ക് മരണം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ കുറ്റം മുഴുവൻ യേശുവിന്റെ മേൽ ചുമത്തി. എന്നിട്ട് നമുക്ക് താന്റെ വഴിയിൽ തിരിഞ്ഞു വരാൻ പറ്റുന്നില്ലേ? എങ്കിൽ we are alive but still lost. ധൂർത്തത്തിലെ രണ്ട് കാര്യങ്ങളൊന്നും കേട്ടല്ലോ. ഒന്ന്, അവൻ അലൈവ് ആകണം. രണ്ട്, അവനെ കണ്ടെത്തണം. ഒന്ന്, അവന് ജീവൻ കിട്ടണം. രണ്ട്, അവനെ കണ്ടെത്തണം. നമുക്ക് ജീവൻ കിട്ടി യേശു രക്ഷിച്ചപ്പോ. പക്ഷെ നമ്മളെ കണ്ടെത്തിയോ? നല്ലൊരു പങ്കിനെ കണ്ടെത്തിയിട്ടേയില്ല. അവർ വെറും ആരാധകർ മാത്രമായിട്ട് തുടരുന്നത്. ആരാധിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. ആദ്യം ആ കൺസെപ്റ്റ് തന്നെ ഇടിച്ച് താഴെയിടണം. പക്ഷെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ല നമ്മളെ ഉണ്ടാക്കി. എല്ലാ സൃഷ്ടികളും അത് അവരുടെ കടമയാണ്, കൾച്ചറാണ് ദൈവത്തെ ആരാധിക്കുന്നത്. 148 സങ്കീർത്തനം വായിക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ പറയുന്നത് ആദ്യം തന്നെ സകല ആകാശ സൈന്യവും ദൂതന്മാരും എല്ലാം ദൈവത്തെ ആരാധിക്കട്ടെ. അടുത്ത താഴേക്ക് വരുമ്പോൾ എഴുതിക്കണം, പർവ്വതങ്ങൾ ആരാധിക്കട്ടെ, സൂര്യനെ ആരാധിക്കട്ടെ, ചന്ദ്രൻ ആരാധിക്കട്ടെ, താരഗണങ്ങൾ ആരാധിക്കട്ടെ, കടലിലുള്ള തിമിംഗലങ്ങൾ ആരാധിക്കട്ടെ. ഇവരൊന്നും മനുഷ്യനെ പറയുന്നില്ല. അവസാനം വന്നപ്പോ പറയാണ് മനുഷ്യനും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദൈവത്തെ ആരാധിക്കട്ടെ. അപ്പൊ എല്ലാവരും ദൈവത്തെ ആരാധിക്കും. സകല സൃഷ്ടികൾ ദൈവത്തെ ആരാധിക്കും. ഇതിനുവേണ്ടിയല്ല നമ്മളെ ഉണ്ടാക്കിയത്. ഞാനൊക്കെ ചെറുപ്പത്തില് വേദോപദേശ ക്ലാസ്സിൽ കന്യാസ്ത്രീ അമ്മായിമാരെ എന്നെ പഠിപ്പിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഉണ്ടാക്കിയത്. തെറ്റ്. ഈ വചനപ്രകാരം ഇടിച്ച് താഴെയിട്. നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ അവയവങ്ങളായി ഈ ദൈവത്തിന് ഭൂമിയെ വാഴാനുള്ള ചാനലുകളായിട്ടാണ്, ഒരു സ്പെഷ്യൽ പെക്യൂലിയർ ക്രിയേഷനുകളായിട്ടാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. ആര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞു പഠിച്ചതിന് എതിരെ ഈ വ്യക്തി പറയുന്നു. കമോൺ, ബൈബിൾ നോക്ക്. 31:26. എന്തിനാ നമ്മളെ ഉണ്ടാക്കിയത്? അവിടെ പറയുന്നു, ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ പറയുക, നമുക്ക് നമ്മളുടെ സൃഷ്ടിപ്പിന്റെ കാരണം തന്നെ നോക്ക്. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. ആരെ ഉണ്ടാക്കാം? നമ്മളെ മനുഷ്യരെ ഉണ്ടാക്കാം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? അവർ ഭൂമിയെ വാഴട്ടെ. മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പേ ദൈവം പറഞ്ഞു, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കണം. എന്തിനാ? ആരാധിക്കാനാ? അല്ല. സകല സൃഷ്ടികളും ഇൻക്ലൂഡിങ് മനുഷ്യനും ദൈവത്തെ ആരാധിക്കും. പക്ഷേ ഞാൻ മനുഷ്യനുണ്ടാക്കുന്നത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുവാൻ ചില മാനേജിങ് ടീമിനെ ദൈവം ഒരുക്കുകയാണ്. മാനേജിങ് ടീമിനെ അവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ നമ്മൾ എന്തിനാ ഉണ്ടാക്കി? ഇപ്പോഴും മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തിനാ ഉണ്ടാക്കി? ബൈബിൾ എന്നാ പറഞ്ഞത്? സകല മനുഷ്യരും മോഷ്ടിച്ചു പറയുന്നവരെന്നെ വരൂ. ദൈവം അസത്യം, അതായത് ദൈവത്തിന്റെ വചനം അസത്യം. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞ് എന്നെ അടിക്കാനുള്ള പഠിച്ചാൽ നിങ്ങളെ തരില്ല. ബൈബിളില്ലാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്നെ അടിക്കണമെന്നേ. കാരണം കുറെ ഭാഗം ഞാൻ നേരെയാകാനുണ്ട്. അത് ഈ ബൈബിളിലൂടെ തന്നെ നേരെയാകും. അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞവരോട് പറയുന്നത് ബൈബിള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെയാകാൻ. പ്രിയ സഹോദരങ്ങളെ, അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, എന്തിനാ മനുഷ്യനെ ദൈവം ഉണ്ടാക്കാൻ പോകുന്നത്? ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നത്. അവർ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴട്ടെ. അതാണ് ദൈവത്തിന്റെ പർപ്പസ്, മനുഷ്യനെ സംബന്ധിച്ചുള്ള പർപ്പസ്. ഇതൊന്നും മാനവരാശിയുടെ ഹൃദയത്തിലുണ്ടോ? നീ എന്തിനാ ജീവിക്കണേ? തിന്നുക, വിടുതൽ പ്രാപിക്കുക, ആ പ്രശ്നത്തിൽ വിടുതൽ പ്രാപിക്കുക, അതിന് കൂടുതൽ ആരാധിക്കുന്നു. എന്നിട്ട് വിടുതൽ പ്രാപിച്ചിട്ട് പിന്നെ വീണ്ടും വിടുതൽ പ്രാപിക്കുക, എന്നിട്ട് അങ്ങനെ വിടുതൽ പ്രാപിച്ച് ഈ ഇവിടെ ഒടുങ്ങുക മരണത്തിൽ. മനുഷ്യന് മനസ്സിലാകുന്നില്ല അവൻ എന്തിനാണെന്ന്. കുഞ്ഞേ, സഹോദര സഹോദരി, ദൈവദാസി സ്നേഹത്തോടെ പറയട്ടെ, ഞാനും നിങ്ങളും ഈ ഭൂമിയെ, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയെ ഭൂമിയെ വാഴാന് എന്നെ നിങ്ങൾ ഉണ്ടാക്കിയ ഇതാണ് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. യേശു 3 വർഷക്കാലം പറഞ്ഞത് ഇതാണ്. മാനവരാശിയുടെ ഹൃദയത്തിൽ നിന്ന് പിശാച് മോഷ്ടിച്ചെടുത്ത് കളഞ്ഞു. ചെറുപ്പത്തിലെ നുള്ളിക്കളഞ്ഞ പ്ലാന്റ് ആണത്. ചെറുപ്പത്തിലെ മാനവ ഹൃദയത്തിൽ എടുത്തു കളഞ്ഞ പ്ലാന്റ് ആണത്. സത്യമാണത്. അതിനെയാണ് കർത്താവ് 3 വർഷം കൊണ്ട് നട്ടുപിടിപ്പിച്ചത്. തന്റെ ശുശ്രൂഷയിൽ തന്റെ ശിഷ്യന്മാരും അത് തന്നെ ചെയ്തു. പക്ഷേ പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ അവർ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. അതാണ് ഇന്നത്തെ സംഘടനകൾ, തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. എന്താ നമ്മുടെ തെറ്റ്? നാം
തങ്ങളുടെ പിന്നാലെ പോയതാ തെറ്റ്. ഓരോരുത്തരും താൻ വഴിക്ക് പോയതാ തെറ്റ്. അവർ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. ഇതാര് മനസ്സിലാക്കാൻ? അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്നത്തെ ക്രിസ്തീയ സഭകൾ. അത് ഏകദേശം 1900 1800 വർഷങ്ങൾക്ക് മുമ്പ് 900 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. അവര് പെറ്റി പെരുകിയതാണ് നമ്മൾ ഒരു. എന്നാൽ ഈ ബൈബിൾ ക്രിസ്തുവിന്റെ ദയ നമ്മുടെ കൈ കിട്ടിയത് എത്രയോ അനുഗ്രഹമാണ്. ഇന്ന് ഈ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് എത്രയോ അനുഗ്രഹം. പ്രിയ ദൈവദാസന്മാരെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നിങ്ങളെ ഞാൻ ഹൃദയം കൂടി സ്നേഹിക്കും. കാരണം ഇതൊരു അപ്പന്റെ ശ്വാസന പോലെയാ. സ്നേഹിക്കുന്ന മക്കൾ നഷ്ടപ്പെടരുത്, നശിച്ചു പോകരുത്. തീയിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരു മകൻ, അവൻ ഭൂതത്തെ പുറത്താക്കി രോഗിയെ സൗഖ്യമാക്കി. ഇതാ അവസാനം അവന്റെ ജഡ്ജ് നാം ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും ചീതാകലും അതിന് അക്കൗണ്ടും പ്രായപ്പ ക്രിസ്തുവിന്റെ ന്യായാസനവും നിൽക്കേണ്ടി വരും. അങ്ങോട്ടേക്ക് കയറാൻ പോകുക, അവിടെ വെച്ച് അവന് കിട്ടാൻ പോകുന്നത് ഗെറ്റ് ഔട്ട് എന്നാണ്. ഇത് കിട്ടാൻ എങ്ങനെ? ഇതാണ് റിസൾട്ട്. പരാജയമാണെങ്കിൽ ഏത് പിതാവ് സന്തോഷിക്കുന്നത്? എന്നാൽ ഇവിടെ വെച്ച് ഇതാണ് നമ്മുടെ സമയം, ഇതാണ് നമ്മുടെ സുപ്രധാനമായ കാലം. ഇവിടെ വെച്ച് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും, എല്ലാ മിനിസ്ട്രികളും, എല്ലാ കോഴ്സും ബൈബിളിലെ ക്രിസ്തു പറഞ്ഞ രീതിയിൽ അലൈൻഡ് ചെയ്യണം, റീമോൾഡ് ചെയ്യണം. ഒരു റീഷേപ്പിലേക്ക് നാം തയ്യാറാണ്. ഇത് അന്ത്യകാലമാണ്. ഇത് സമയമില്ല. ഇത് ക്ലോസ് ചെയ്യുകയാണ്. വിരലിലുണ്ടാവുന്ന ചില സമയങ്ങൾ ഇത് ക്ലോസ് ചെയ്യുക. ഇയർ 2020, the year of transition, the year of transition. പലതും പ്രസംഗിച്ചു. The year 2020, the year of blessing, cherishing, punishing. അങ്ങനെ പലതും വല്ലതും നടന്നോ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പലതും എന്ന് പറഞ്ഞു. ഇതുവരെ വല്ലതും നടന്നോ? കൊറോണ ഇന്ന ദിവസം പോകും തുടങ്ങിയപ്പോ മുതൽ പറയുന്നത്. അവസാനം കേട്ടത് സെപ്റ്റംബറിൽ പോകുന്ന. സെപ്റ്റംബറിൽ പെരുകി വർദ്ധിച്ചു. എന്നാൽ നിങ്ങൾ കേട്ടോ, യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇയർ 2020 കിടക്കുന്നതിന് മുമ്പ് അന്ന് ഡിസംബർ 2019 ഡിസംബറിൽ ഈ 2020 എന്താ നടക്കാൻ പോണേന്ന് അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ട ലോകമല്ല ഇനി കാണാൻ പോകുന്നത്. അത് 2020 പ്രസംഗിച്ചതല്ല. 2019 ഡിസംബർ 31 രാത്രി 11:30 തുടങ്ങിയ പ്രസംഗം. അവിടെ എഴുതിയിട്ടുണ്ട് the year of transition. 2020 the year of transition. ഇനി നമ്മൾ പഴയ ലോകത്തെ കാണത്തില്ല. ലോകം മറ്റൊരു ദിശയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാ. യൂട്യൂബിൽ കയറി SVJ മെസ്സേജസ് അടിച്ചു കൊടുക്കുക. SVJ മെസ്സേജസ് അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടും. മറ്റൊരു ദിശയിലേക്ക് ലോകം പോവുകയാണ്. ധാരാളം സന്ദേശങ്ങൾ അതിൻ്റെ ഉള്ളത്. എല്ലാം ഈ കാഴ്ചപ്പാട് കൊടുക്കുന്ന സന്ദേശം. ഒന്നും എന്നിലേക്ക് അടുപ്പിക്കുന്നതല്ല, ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് അടുപ്പിക്കുന്ന സന്ദേശം. എന്റെ പുറകെ അല്ല പറയണം, ക്രിസ്തുവിന്റെ പുറകെ. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കുന്നത്, കഥ പറയുന്നു, ഇതാ ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ ഒരു വെളിച്ചം ജനത്തിന് കൊടുത്തില്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടത്. അവരെന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? മോഷ്ടിക്കപ്പെട്ടു. ഈ മോഷ്ടിക്കപ്പെട്ടത് തിരികെ കൊടുക്കാതെ നാം വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പിന് തുടങ്ങി കഴിയുമ്പോൾ ജനം ബലഹീനമാണ്. മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവർ താഴെ വീഴും. നല്ലൊരു പങ്ക് താഴെ വീഴും. ക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ വളർന്നില്ല എങ്കിൽ അവർ താഴെ വീഴും. അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കിക്കോളല്ലോ, നമ്മളെ ദൈവം എന്തിനാ ഉണ്ടാക്കിയത്? ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴാനാ. പക്ഷെ മനുഷ്യനെ ഇപ്പൊ ആരാ വാഴുന്നേ? മനുഷ്യനെ ഇപ്പൊ മരണം വാഴും. അവന് ഭൂമിയെ വാഴാൻ പറ്റുന്നില്ല, അവൻ മരണം വാഴുകയാണ്. ആദ്യം നടന്നത് കൊലപാതകമല്ല, മനുഷ്യനെ കൊന്നുകളയല്ല നടന്നത്. ആദ്യം നടന്നത് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം പറഞ്ഞ ഈ ചിന്തയെ മോഷ്ടിച്ചെടുക്കുക ചെയ്യും. നിങ്ങൾ ചോദിക്കുക എപ്പോഴാ മോഷ്ടിച്ചത്? അത് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ അപ്പൻ നിങ്ങളോട് പറയാനുണ്ട്. ശ്രദ്ധിച്ചേ, ഈ കാര്യം പറഞ്ഞ് ആദത്തെ അനുഗ്രഹിച്ചു. 31:28 അനുഗ്രഹിച്ചു. അതെ, എങ്ങനെയുണ്ട്? അതിന് 27 ആദത്തെ ഉണ്ടാക്കി, 28 അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. ഇതിനു വേണ്ടി ഉണ്ടാക്കി, അതിനുവേണ്ടി അനുഗ്രഹിച്ച്.
ഇതാണ് ലോക സ്ഥാപനത്തിൽ മനുഷ്യർക്ക് കിട്ടിയ അനുഗ്രഹം. ഈ അനുഗ്രഹം ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന വിഷിട്ടാതെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ അതിനെ അടക്കി സമുദ്ര മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പുറജാതികളുടെ സകല ഭൂജാതി എന്തൊരു മേലും വാഴുവിൻ എന്ന് പറഞ്ഞ് കൽപ്പിച്ചു. പക്ഷെ ഇന്ന് അവർ ഇതിനെ വാഴുന്നതിന് പകരം ഇതിനെ വാഴാൻ തുടങ്ങുമ്പോ തന്നെ അവരെ മരണം വാഴുന്നു, അവരെ മരണം എടുത്തുകൊണ്ട് പോകും. അത് ഒടുക്കത്തെ ശത്രുവായി ഇന്നും നിലകൊള്ളും. എന്താണ് ഇതിന്റെ കാരണം? ആദ്യം തന്നെ ദൈവം മനുഷ്യന് കൊടുത്തത് മോഷ്ടിക്കപ്പെട്ടു. ഇതാണ് ആദ്യം പിശാച് ചെയ്തത്. ശത്രു വരുന്നത് ആദ്യം മോഷ്ടിക്കാൻ, രണ്ടാമത് കൊല്ലാൻ, മൂന്നാമത് നശിപ്പിക്കാൻ. ആ മോഷ്ടിച്ചത് മാത്രം പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി 3 നമുക്കൊന്ന് വായിച്ച് മോഷ്ടിച്ചത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കടന്നു പോകാം. ദൈവം സൃഷ്ടിച്ച സകല ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായി. സ്പിരിറ്റ്, പിശാച് എന്ന സ്പിരിറ്റിന് ആ പാമ്പ് തന്റെ ശരീരം ലീസിന് കൊടുക്കുന്നത് പോലെ ലീസും. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ ലീസിന് കൊടുത്തതിന് ശേഷം, ഞാൻ ഒരു മോഡേൺ ഭാഷ ഉപയോഗിച്ചെന്നുള്ള ശരീരം കൊടുത്തു. തുടർന്ന് അവിടെ പാമ്പ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം ഒരു വചനത്തിന്റെ ഒരു സംശയമാണ്. ആ സംശയം എന്ന് പറയുന്നത്, വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ എല്ലാ ഫലവും ഈ ഫലങ്ങളൊന്നും തിന്നരുതെന്ന്? അങ്ങനെയൊന്നുമില്ല, ഒക്കെ എല്ലാം കഴിക്കാം. പക്ഷേ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നന്മ തിന്മകളെ കുറിച്ചുള്ള വിഷയത്തിന്റെ അറിവിന്റെ ഫലം തിന്നരുത് കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല തൊടുക പോലും ചെയ്യരുത്. അപ്പൊ ഹൗവ തുടങ്ങുന്നതൊക്കെ ദൈവത്തിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങുന്നത്. ഇച്ചിരി കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. സംശയം ചോദിച്ചാ വന്നേ. അവസാനം പിശാചിന്റെ പ്രസംഗം അങ്ങ് അഡ്വാൻസ് ചെയ്തപ്പോ പിശാച് നേരെ പറഞ്ഞത്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, മരിക്കയില്ല നിശ്ചയം, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഓഹോ, ഇപ്പൊ ദൈവം പറഞ്ഞു നന്മ തിന്മത്തിന്റെ അറിവിഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. ഉടനെ പാമ്പ് പറയാണ് മരിക്കയില്ല നിശ്ചയം. രണ്ട് ഓപ്പോസിറ്റ് പ്രസംഗങ്ങൾ. ഓപ്പോസിറ്റ്. ഇത് നിങ്ങൾ കേട്ട ഇതിന്റെ ഓപ്പോസിറ്റ് പ്രസംഗം എനിക്ക് കേൾക്കാൻ അവസരം ദൈവം തരും. കാരണം എന്നിട്ട് എവിടെയാണോ ജയിക്കണേ നോക്കണമല്ലോ. കാരണം ഇതിന്റെ എതിര് പറയുന്ന ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം പറഞ്ഞതിന് എതിര് പറയുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കും. ശ്രദ്ധിച്ചേ, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഓ, അങ്ങനെയാണോ? പ്രസംഗം കേൾക്കാൻ ഇരിക്കാവോ? അങ്ങനെയാണോ? പിന്നെ അടുത്തതും കൂടെ, തിന്നുന്ന നാളിൽ ഓഫർ 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 തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകൂ. ആത്മാവിൽ നിറയുന്ന സംഭവം. തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവം ഒരിക്കലും നമ്മളെ ദൈവത്തെ പോലെ ആകാൻ വിളിച്ചിട്ടില്ല. ദൈവം നമ്മളെ വിളിച്ചത് ദൈവപുത്രനായ ക്രിസ്തുവിനെ അനുഭവമാകാൻ. പിശാചിന്റെ ഓഫർ അതിനേക്കാളും വമ്പന. പിശാചിന്റെ ഓഫർ അതിനേക്കാളും വമ്പന. തിന്നുന്നാലും നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹല്ലേലൂയ. എന്നിട്ട് ശ്രദ്ധിച്ചോട്ടോ, അടുത്ത കൊടുക്ക്. അയ്യോ ദൈവത്തെ പോലെയാകും, അയ്യോ ദൈവത്തെ പോലെയാവോ. ഉടനെ അടുത്തത്, അടുത്ത ഓഫർ ദൈവത്തെ തെറ്റിക്കാൻ പോവാണ്. ദൈവത്തെ തെറ്റിക്കാൻ പോവാ. അവിടെ പറയുന്നു, വീണ്ടും തിരിച്ചാവചനത്തേക്കാന്ന് വന്നാട്ടെ. അവിടെ പറയാ, എന്ന് ദൈവം അറിയുകയും ചെയ്യുന്നു. ഒരു കുത്ത്. ദൈവം അറിയുന്നു, തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെയാകുന്നു. ദൈവം അറിയുന്നു. മോഷണം 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 മരണം നടക്കുന്നതിന് മുമ്പ് മോഷണം നടക്കുകയാണ്. എന്തുവാ കാര്യം? നന്മ തിന്മകളെ കുറിച്ച് അറിവിഷത്തിന്റെ ഫലം കഴിക്കുന്നതാണ് നീ ദൈവത്തെ പോലെയാവും. ഓക്കെ, ഓഫർ. പിന്നെ അടുത്തത്, എന്ന് ദൈവം അറിയുന്നു. ഓഹോ ഹോ ഹോ, ഒരൊറ്റ വേടില് മോഷണം നടന്നു. ആ വേടിൽ മോഷണം നടന്നു. എന്താണ് മോഷണം? ഇതുവരെ ദൈവം പറഞ്ഞത് മുഴുവൻ ഹവ്വയുടെ ഉള്ളിൽ നിന്ന് പോയി. ഹവ്വയുടെ ഉള്ളിൽ നിന്ന് പോയി. കാരണം ഹവ്വ ഇപ്പൊ ചിന്തിക്കുക, ആഹാ, ഞങ്ങള് ദൈവത്തെ പോലെ ആകുന്നതിന് ദൈവത്തിന് ഇഷ്ടമല്ല അല്ലേ? ഇങ്ങനെ ഉണ്ടോ ആളുകള്? ഞങ്ങൾക്കൊരു നന്മ വരുന്നത് ഇഷ്ടമല്ല അല്ലേ? ഞങ്ങൾക്കൊരു നന്മ വരുന്നത് ഇഷ്ടമല്ല അല്ലേ? കമ്പനി കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ട് സംസാരിച്ചപ്പോ അദ്ദേഹം ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജർ. അപ്പൊ അദ്ദേഹത്തിന്റെ GM ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോ വേറെ ആളുകൾ പറയാ, GM അതൊക്കെ ചെയ്യരുതെന്ന് നിന്നോട് പറഞ്ഞതിന്റെ ഉദ്ദേശമേ നീ അത് ചെയ്താൽ അടുത്ത GM നീ ആയിരിക്കും, അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നാലും GM ആള് കൊള്ളാല, എനിക്ക് നന്മ വരുന്നത് GM-ന് ഇഷ്ടമല്ല അല്ലേ എന്ന ഒരു ചിന്ത അകത്ത് വന്നാൽ ആ GM ജനറൽ മാനേജർ എന്തൊക്കെ ഈ പ്രൊഡക്ഷൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞു. മോഷണം നടന്നു. ഇതിനു മുമ്പ് ദൈവം മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചതെന്നും അവരെന്താണ് ചെയ്യേണ്ടതെന്നും
ഒക്കെ പറഞ്ഞത് ഹൗവയുടെ ഹൃദയത്തിൽ, ആദത്തിന്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ആദ്യം തന്നെ ഈ ഒരു വാക്കിലൂടെ തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് മാത്രം പറഞ്ഞെങ്കിൽ മോശം നടക്കത്തില്ലായിരുന്നു. അതൊരു പരസ്പരം അടിയുണ്ടാവുകയുള്ളൂ ഹൃദയത്തിന്റെ ഉള്ളിൽ. പക്ഷെ അടുത്തത് പറഞ്ഞു, എന്നും ദൈവം അറിയുന്നു. അമ്പടാ, അതുകൊണ്ടാണല്ലേ കഴിക്കരുന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾക്കൊരു നന്മ വരാൻ പോവുക, ഞങ്ങൾക്ക് നന്മ വരുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന ചിന്ത വന്നപ്പോ എന്ത് പറ്റിയെന്നറിയാമോ? ഇതുവരെ എന്തൊക്കെ ആ വ്യക്തി പറഞ്ഞോ അത് മുഴുവൻ ഹൃദയത്തിൽ നിന്ന് ഒറ്റയടിക്ക് മോഷണം പോയി, ഒറ്റയടിക്ക് പോയി. പിന്നെ അവർ കാണുന്നത്, ഹൗവ കാണുന്നത് എല്ലാം സ്വന്തം കാഴ്ചപ്പാടില്ല. അതിന്റെ അടുത്ത വാക്യം, പിന്നെ എല്ലാം കാണുന്നത് സ്വന്തം കാഴ്ചപ്പാടില്ല. ഇതുവരെയും പറഞ്ഞു ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു എന്നാ പറഞ്ഞേ. എങ്കിൽ അതിന്റെ അടുത്ത വാക്യം പറയുന്നത് ഇനി അവിടെ പറയുന്ന ഒരു കാര്യം, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു. തന്റെ സ്വയത്തിലേക്ക് തെറ്റിപ്പോയി, തന്റെ സ്വയത്തിലേക്ക് തെറ്റിപ്പോയി. സ്ത്രീ കണ്ടു, ഫലം പറിച്ചു, ഭർത്താവിനും കൊടുത്തു. അപ്പോ ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചു? അവന്റെ ഹൃദയത്തിൽ നിന്ന് വചനം മോഷണം പോയി, ദർശനം മോഷണം പോയി. എന്തിനാണ് ഇതിനെ സൃഷ്ടിച്ചതെന്നുള്ളത് മോഷണം പോയി. ആദ്യം പിശാച് വരുന്നു മോഷ്ടിക്കാനാണ്. അടുത്ത വചനമാണ് പറിച്ചു തിന്നു. ഉടനെ ഇവരുടെ കണ്ണു തുറന്നു മരിച്ചു. ആദ്യം നടന്നത് മരണമല്ല, ആദ്യം നടന്നത് മോഷണം. ആദ്യം നടന്നത് മരണമല്ല, ആദ്യം നടന്നത് മോഷണമാണ്. മോഷണം. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. ആത്മീയ കൂട്ടത്തിൽ തങ്ങൾക്ക് അരയാണ് ഉണ്ടാക്കി. മരണം നടന്നു, അപമരണം, ആത്മീയ മരണം നടന്നു. ആദ്യം നടന്ന മരണമല്ല, ആദ്യം നടന്ന മോഷണമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ അരുമനവനായ കർത്താവ് യേശു ഭൂമിയിലേക്ക് വന്നപ്പോ ആദ്യത്തെ 3.5 വർഷക്കാലം മരണത്തിന്റെ പരിഹാരമല്ല ചെയ്തത്, ആദ്യം മോഷണം നടന്നത് ജനത്തിനുള്ളിൽ റീസ്റ്റോർ ചെയ്തു. അതാണ് ദൈവരാജ്യ സുവിശേഷം, ദൈവരാജ്യ ദർശനം. ഇത് ജനത്തിന്റെ അകത്ത് കൊടുത്തപ്പോ ജനം ബലപ്പെട്ടു, ജനം ബലപ്പെട്ടു. ജനം അവിടെ ഇവിടെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, ഇതാ ദൈവരാജ്യം വരുന്നു. അത് രാഷ്ട്രീയക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ഇതാ ദൈവരാജ്യത്തെ അരിമത്തക്കാരൻ ഇതാ അത് ചിന്തിക്കുവാൻ തുടങ്ങി. ജോസഫ് ചിന്തിക്കാൻ തുടങ്ങി. പല മണ്ഡലങ്ങളിലും യേശുവിന്റെ പ്രസംഗങ്ങൾ അഡ്വാൻസ് ചെയ്യുവാൻ തുടങ്ങി. ഇതാ ശപഥി പുത്രന്മാർ അവർ ഉടനെ തന്നെ യേശുവിന്റെ അടുക്കൽ വന്നു. നിന്റെ കിങ്ഡത്തിൽ അവരുടെ അമ്മ പറയുകയാണ്, മധ്യസ്ഥ പ്രാർത്ഥന, എന്റെ ഒരു മകൻ നിന്റെ ഇടത്ത് രാജാവ്, മറുമകൻ നിന്റെ വലത്ത് രാജാവ്. ആളുകളുടെ പ്രാർത്ഥനയുടെ അവസ്ഥ മാറി. ഇന്ന് വരുന്നത് അങ്ങനെയല്ല. ഒരു പ്രയർ കഴിഞ്ഞാൽ ഓടി വരുന്നത്, എന്റെ മകന്റെ തലയുടെ ഇവിടത്തെ വേദന മാറണം, ഇവിടുത്തെ കാലിന്റെ വേദന മാറണം, മുട്ടിന്റെ വേദന മാറണം. ശരീരത്തിൽ ഈ സമത്തേരി കൊണ്ട് തീരുന്നതിന്റെ പ്രശ്നം ഇന്ന് മനുഷ്യന് പ്രശ്നമായിട്ടുള്ളൂ. പക്ഷേ അന്നത്തെ യേശുവിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല, അവിടെ കിങ്ഡത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഇവർ രാഷ്ട്രീയ കളരിയിൽ പോലും ദൈവരാജ്യത്തിന്റെ അശരീരം മുഴങ്ങി. ഹെരോദാവ് വിറച്ചു, പലരും വിറച്ചു. പുതിയൊരു രാജാവ് വന്നിരിക്കുന്നു, ഒരു രാജ്യത്വം കൊണ്ടുവന്നിരിക്കുന്നു. അവന്റെ സന്ദേശം എന്ന് പറയുന്നത് പുതിയൊരു ഗവൺമെന്റ് വരികയാണ് ഈ ഭൂമിയെ വാഴാൻ. ആ ഗവൺമെന്റ് നാഥനാണ്. യേശു 9:6 പറയുന്നു, നമുക്ക് ശിശു ജനിച്ചെടുക്കുന്ന ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യ ഗവൺമെന്റ് അവന്റെ തോളിലിരിക്കും. ഈ ഒരു ഭരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. യേശുവിന്റെ കീഴിൽ ഈ ഭൂമിയെ വാഴുന്ന രാജാക്കന്മാരാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് 22:5 ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നറിയാമോ? അവർ എന്നേക്കും രാജാക്കന്മാർ, അവർ എന്നേക്കും രാജാക്കന്മാർ. ആര്? ഞാൻ നിങ്ങൾ ജയം പ്രാപിച്ചാൽ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഹല്ലേലൂയ. വെളിപ്പാട് 22:5 കൂടി ഒന്ന് വായിച്ച് നമ്മൾക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാൻ ധാരാളം നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സമയം അതിന് അനുവദനീയമല്ലല്ലോ. 22:5 ഓ ലോർഡ്, ഐ ലവ് യു. അവസാനം അവിടെ എഴുതിയിരിക്കുന്നു, ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരെ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്ക് രാജാക്കന്മാരായിരിക്കും. മതി. ശ്രദ്ധിച്ചേ, അവർ എന്നേക്ക് രാജാക്കന്മാരായിരിക്കും. ബൈബിൾ വിശ്വസിക്കാൻ പറ്റുമോ? ബൈബിൾ വിശ്വസിക്കാൻ പറ്റുമോ? ദേവദാസനെ, അങ്ങയുടെ വിളി എന്നാന്നറിയാമോ? അങ്ങൊരു രാജാവ്. ദേവദാസിയെ, അങ്ങയുടെ വിളി എന്നാന്നറിയാമോ? അങ്ങൊരു രാജാവ്. മോളെ, നിന്റെ വിളി എന്നാന്നറിയാം? ബൈബിൾ പറയാം, നീ ഒരു രാജാവ്. ബൈബിൾ തീർന്നു, അവസാനിച്ചു. ഇനി അപ്പുറത്തേക്ക് ഒരു പുസ്തകം 23 അധ്യായം ഇല്ല. നീ ഒരു രാജാവ്, ദൈവത്തിന് വേണ്ടി ഭൂമി വാഴുന്ന രാജാവ്. ഇതാണ് ദൈവരാജ്യ ദർശനം. ഇതാണ് മനുഷ്യഹൃദയത്തിൽ മോഷ്ടിക്കപ്പെട്ടത്. ഇത് ആദ്യം തിരിച്ചു കൊടുക്കണം, എന്നിട്ട് വേണം ബോണഗെയിൻ. ഇതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ നോക്കിയാൽ അറിയാം, എവിടെയും യേശു ആദ്യം ചെയ്ത് ദൈവരാജ്യമാണ്. അപ്പോസ്തലന്മാർ ആദ്യം ചെയ്ത് ദൈവരാജ്യത്തെയും യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആദ്യം അവർ മോഷ്ടിക്കപ്പെട്ട തിരിച്ചു കൊടുത്തു. തുടർന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ശമരിയെ ചെന്ന് ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. തൊട്ട് താഴെ അപ്പോസ്തലർ 8:12 പറയാണ്, ദൈവരാജ്യത്തെയും ക്രിസ്തുവിനെയും കുറിച്ച് പ്രസംഗിക്കുന്ന സുവിശേഷം. ആദ്യം മോഷ്ടിക്കപ്പെട്ട യഥാസ്ഥലപ്പെടുന്നു. തുടർന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ച ബോണഗെയിൻ നടക്കും. അപ്പോസ്തലർ 28 ഏറ്റവും അവസാന വാക്യം, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, പൗലോസ് താൻ കൂലിക്കെടുത്ത വീട്ടിൽ 3 ചില സംവത്സരങ്ങൾ അവിടെ 2 സംവത്സരം പാർത്തുകൊണ്ട്
ദൈവരാജ്യത്തെയും ആദ്യം മോഷ്ടിക്കപ്പെടുന്നത് യഥാസ്ഥാനപ്പെടുത്തി ക്രിസ്തുവിനെയും കുറിച്ച് അവർ ഉപദേശിച്ചു. ഇതാ ഈ ദൈവരാജ്യത്തിലെ പാറ്റേൺ, ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ പാറ്റേൺ, കർത്താവ് യേശുവിന്റെ പാറ്റേൺ എന്തുകൊണ്ട് നമുക്കും പിന്തുടർന്നുകൂടാ? ബൈബിളല്ലേ നമ്മളുടെ അടിസ്ഥാനം, അതിലല്ലേ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ബൈബിൾ പ്രകാരം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നോട്ട് ചെയ്യാം. കാരണം എനിക്ക് എവിടെയെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ കറക്ഷൻ നടത്തിയെടുക്കാൻ ക്രിസ്തു ആരംഭിച്ചത് ദൈവരാജ്യ സുവിശേഷം പ്രസംഗിച്ചു, ക്രിസ്തു അവസാനിച്ചത് ദൈവരാജ്യം സുവിശേഷിച്ചു. ശിഷ്യന്മാരുടെ പ്രസംഗിക്കാൻ പറഞ്ഞത് നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഘോഷിക്കും. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തസ്ഥനായ പിതാവേ നിങ്ങളുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞത് ഇതും അതുമല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കും. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ജനനം മാത്രമായി പ്രസംഗിക്കുന്ന എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യുന്ന നല്ലതാണ്. പക്ഷേ അതിനു മുമ്പ് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് പ്രകാരം ആദ്യം ദൈവരാജ്യ സുവിശേഷം പറഞ്ഞ് മോഷ്ടിക്കപ്പെട്ടത് യഥാസ്ഥാനപ്പെട്ടു. അതിനുശേഷം അവരെ കൊന്നതിന് പകരം വീണ്ടും ജനം അവതരിപ്പിക്കുക. അപ്പൊ അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും. അവരാരാണ്? അവരുടെ വിളി എന്താണ്? അവരെ ദൈവത്തിന്റെ മക്കളായ രാജാക്കന്മാരായി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളാകാൻ എളുപ്പമൊന്നും സാധ്യമില്ല. ഇതാ അത് ജയിക്കുന്നവനെ കിട്ടും. വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവന് അവകാശമാണ്. അതൊരു അവകാശം. ജയിക്കുന്നവന് ഞാൻ ദൈവവും അവൻ എനിക്ക് മകനുമായി. അതിൽ ജയം പ്രാപിക്കും. ആ ജയം നമ്മുടെ സന്ദേശങ്ങളിൽ ഉണ്ടാകും. യേശുവിന്റെ എല്ലാ സന്ദേശങ്ങളും വെളിപ്പാട് പുസ്തകം 2-3 വായിച്ചു, എല്ലായിടത്തും ജയമുണ്ട്. സഭയോട് സംസാരിക്കുന്ന ജയമുണ്ട്. നമ്മൾ ചുറ്റുപാട് അന്വേഷിക്കുക, നമ്മുടെ പുസ്തകങ്ങളിൽ ഈ ജയം ഉണ്ടോ? നമ്മൾ യേശുവിനെയാണ് അനുഗമിക്കുന്നത്. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? നമുക്ക് അകത്ത് മോഷ്ടിക്കപ്പെട്ടത് ആദ്യം യഥാസ്ഥാനപ്പെടണം. തുടർന്ന് വീണ്ടും ജനം ഒറ്റ പ്രാവശ്യം മതി. വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ആരംഭിക്കുന്നത് യേശുവിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കും. അത് ആ യേശു അതിന് തലയോളം വളരണം. ആ വളർച്ച ഇത് ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ ഭരണം കൊണ്ടുവരാനായിട്ട് ആദ്യം ലോകത്തിലെ ഭൂമിയിലേക്കല്ല വരേണ്ടത്. ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ മരണം വരണം. എങ്കിൽ മാത്രമേ നമ്മളിലൂടെ അത് ഭൂമിയിൽ വരികയുള്ളൂ. എന്റെ വാക്കുകൾ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ തീക്ഷ്ണതയാണ് ദൈവം ഇതുപോലെ സംസാരിക്കുവാനായിട്ട് ഇടയായത്. ഇതിന്റെ തുടർച്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത കൊടുത്തിട്ടുള്ള ഡേറ്റുകൾ ഉണ്ടല്ലോ, ആ ഡേറ്റുകളിൽ ഇതിന്റെ തുടർച്ചയാ. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നതുപോലെ ദൈവം ഹൃദയത്തിൽ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല ഇതുവരെ. ദൈവം അത് നിങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ഇടയാകും. ഇതിനൊരു അവസരം ഒരുക്കി തന്ന കർത്താനദാസൻ സിബിനോടും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥന. കണ്ണിലടയ്ക്കാം.